നമ്മൾ കൈവിട്ട് പോയൊരു സമയം. അപ്പോൾ നമ്മളെ വിശ്വസിച്ച് വന്ന ഒരാൾ നമ്മുടെ കൂടെ വെച്ച് അറിയിക്കേണ്ട കാര്യമില്ല. ആത്മഹത്യയെക്കാട്ടിലും പിടിച്ചു നിൽക്കുന്നൊരു മനസ്സും കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ അത് സത്യമായിട്ട് ഞാൻ ചിന്തിച്ച് ആഗ്രഹിച്ച. സോറി ചേട്ടാ, ഞാൻ കരയിപ്പിക്കണമെന്ന് വിചാരിച്ച് ചോദിച്ചതല്ല. കൂതറ എന്ന പടത്തിന്റെ പേര് പോലെ തന്നെ പടം കൂതറ. അതിനകത്ത് ലാലേട്ടനൊക്കെ എന്തിനാണ് ഗസ്റ്റ് റോൾ അഭിനയിച്ചതെന്ന് എനിക്കറിയില്ല, അത് അവരുടെ ഇഷ്ടം. ഒരു സീനില് നായികയുടെ ഇന്നർ നായകനെ ഇട്ടിട്ട് വന്നിട്ട് കല്യാണ വേദിയിലോ പൊതുവേദിയിലോ രണ്ടുപേരും തമ്മിൽ തർക്കം പറയുമ്പോൾ നിന്നിടത്ത് നൂരി മുഖത്ത് വലിച്ചെറിയുന്ന ഒരു ഷോട്ട് എങ്ങനെയുണ്ട്? ഇത്രയൊരു എക്സാമ്പിൾ വരും ന്യൂജൻ ഫിലിമിന്. ഞാൻ അഭിനയിക്കുന്ന പടത്തിൽ കഷ്ടപ്പെട്ട് അഭിനയിച്ചതിന് എൻ്റെ സിനിമ കാണാനുള്ള കാശേ ഇവർ തരുന്നില്ലെങ്കിൽ പിന്നെ ആ സിനിമ എന്തിനാ കാണുന്നത്? ആ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്നൊക്കെ ചിലർ പറയും. അതുകൊണ്ട് പറയുന്നത് ടോയ്ലറ്റിൽ പോകുന്ന ഇരിക്കുന്നതിൻ്റെ എക്സ്പ്രഷനൊക്കെ എടുക്കുക, മുണ്ട് പോക്കി മൂത്രം ഒഴിക്കുമ്പോൾ വർത്താനം പറയുന്ന സീനൊക്കെ എടുക്കുക. ഇയാളത് പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് കൊടുത്തു, ഒരു ഷണ്ണനെ പോലെ, ഒരു പെണ്ണാച്ചിയെ പോലെ. സെപ്റ്റി ടാങ്കിൽ ഇറങ്ങി ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന ഇത്രയും ഇതിനെക്കാട്ടും വലിയ അന്തസ്സല്ലേന്ന് ഞാൻ ഇപ്പോൾ പറയും, എന്നും പറയും. ഒരു മാസം മീശമാല 1.5 മാസം വർക്ക് ചെയ്തിട്ട് ആ പൊള്ളാച്ചി കടന്ന് പൊരിഞ്ഞ വെയിലത്ത് കടന്ന് ആടി ഒലച്ചിട്ട് 200 രൂപ വണ്ടിക്കൂലി ആ മഹാ സുബൈർ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറുണ്ട് ഇപ്പോഴും. അദ്ദേഹം 200 രൂപ നുള്ളിപ്പെറുക്കി വണ്ടിക്കൂലി പൊള്ളാച്ചി ആലപ്പുഴ വരയ്ക്ക് തന്നിട്ട് 5000 രൂപയുടെ ചെക്ക് റിലീസായി കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞ് ചെക്ക് മാറുന്ന 5000 രൂപയുടെ. അതാണ് നമ്മുടെ സമ്പാദ്യം വന്ന് തരുന്നത്. ബ്ലൗസിൻ്റെ ഇടയിൽ വെക്കും, സൈലൻ്റ് ആക്കി. നല്ല ഇതാണല്ലോ, വൈബ്രേഷനൊക്കെ കൊണ്ട് നമ്മുടെ റേഡിയേഷനൊക്കെ കൊണ്ട് അതൊരു പരിവായിക്കോളും. അതിവിടെ വെക്കും, വീട്ടിലാരും അറിയില്ല. റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് റിയൽ ചീറ്റിംഗ് ഷോയാണ്. ഒറ്റ പാസേജിൽ 50 റൂം കാണും, അവിടുന്ന് ഒരു ഒടിവ് കാണും. ആ ഒടിവിലൊരു 3 മുറി കാണും. അവിടെ പ്രൊഡ്യൂസർ ഇരിക്കും, ഇവിടെ ഡയറക്ടർ, ഇവിടെ നായകരിക്കും. ഇവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കിളിമാസ് കളിച്ച് ആരും കാണത്തില്ല. മീറ്റു കൂറ്റു എന്നൊക്കെ പറയുന്ന പോലെ ഇത് മുറുക്കാങ്കടയിൽ ഒരു പെണ്ണുമാണ് നിന്നാലും കിട്ടും. അച്ഛൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? Make every wedding unforgettable. Joya Lucas, world's favorite jeweler. ഹലോ, നമസ്കാരം. വെൽക്കം ടു മൂവി വേൾഡ്. നമ്മുടെ മലയാള സിനിമയിലും സീരിയലിലും ഒക്കെ നിറസാന്നിധ്യമായി നിന്ന ഒരാൾ. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആളെ കാണാനില്ല. പിന്നെ കണ്ടുപിടിച്ചത് കാഷായ വേഷമൊക്കെ ധരിച്ച് കുറച്ച് താടിയും മുടിയും ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും മൊത്തത്തിലൊരു ഗെറ്റപ്പ് മാറിയ രീതിയിലാണ് നമ്മൾ കണ്ടത്. ആ ആളെ തിരക്കിയാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. കവിരാജേട്ടാ, ഫാമിലി, വെൽക്കം. നമസ്കാരം. നമസ്കാരം. അവൻ നാരായണൻ വളരെ നന്നായി നമസ്കാരം പറയും. കാരണം നമ്മൾ എവിടെയും ചെല്ലുമ്പോൾ ഇത്രയും നല്ല രീതിയിൽ ഒരു കുഞ്ഞു കുട്ടി നമ്മളെ വെൽക്കം ചെയ്തിട്ടില്ല. നമ്മളെല്ലാവരും വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ നാരായണൻ ഭയങ്കര മിടുക്കനായിട്ട് വന്ന് നമസ്കാരം ചേട്ടാ, നമസ്കാരം അങ്കിൾ എല്ലാവരെയും പറഞ്ഞിട്ടാണ് അകത്തേക്ക് ക്ഷണിച്ചത്. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പതിവിൽ നിന്ന് വ്യത്യസ്തമായി നാരായണി നിങ്ങൾ തുടങ്ങട്ടെ. നാരായണ, എന്താ ഒരു പേടിച്ച് നിക്കണ പോലെ? ഞങ്ങൾ ഇങ്ങനെ നാരായണനെയും അമ്മയും അച്ഛനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. അച്ഛനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം. അച്ഛൻ വലിയ സിനിമയിലൊക്കെ ഭയങ്കര വലിയ ആളായിരുന്നു ഒരു സമയത്ത്, സീരിയലിലൊക്കെ. അച്ഛൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? അന്ന് നേരെ ഞാൻ കവിരാജേട്ടനൊക്കെ, ചേട്ടാ എന്തുകൊണ്ട് നിങ്ങളുടെ കുട്ടീനെ ഒരു സിനിമ കാണിക്കുന്നില്ല? അതെന്താ നാരായണന് ഇഷ്ടമുള്ളപ്പോഴേ അപൂർവമായിട്ടൊക്കെ കാണണം തോന്നുമ്പോൾ കാണും. പിന്നെ ഞാൻ ശരിക്കും ഒരു ദിവസം ഒരു സിനിമയായിരുന്നു നമ്മുടെ ഒരു റേഷൻ. അതായത് നമ്മൾ ജോലി കഴിഞ്ഞിട്ട് 8 മണി 9 മണിക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഷോ, പകലൊന്നും സമയം കിട്ടത്തില്ല. ഒരു ദിവസം ഒരു സിനിമ കണ്ടിട്ട് വീട്ടിൽ പോയി മൂടി വെച്ചിരിക്കുന്ന ആഹാരം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരു ജീവിതചര്യ ഉണ്ടായിരുന്നു. അന്ന് തിയേറ്ററിൽ അറിയാലോ, ആദ്യകാലത്തൊക്കെ തിയേറ്ററിനകത്തിരുന്ന് സിഗരറ്റ് വലിക്കും, തിയേറ്ററിനകത്ത് മടി വെച്ചുകൊണ്ട് വന്ന് ഒഴിച്ച് കഴിക്കും, പാൻപരാഗ് സീറ്റിൻ്റെ സൈഡിൽ നിന്ന് തുപ്പും. അത്ര വൾഗറായിട്ടൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന്. പിന്നെ അത് ക്രമേണ മാറി ഇപ്പോൾ ഭയങ്കര മോഡേണൊക്കെ ആയത് ഇപ്പോഴാണ്. അതിന് ശേഷം ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ ദിവസവും സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ, അല്ലേ? വൈഫിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ആ അറ്റ്മോസ്ഫിയറിൽ പറ്റില്ല. ഇടയ്ക്ക് ഈ കാലിങ്ങനെ അടിയിൽ കൂടെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് തിയേറ്ററിൽ. പിന്നെ അടുത്തിരിക്കുന്ന ആൾ മടിയെന്ന് പറഞ്ഞാൽ എടുത്ത് 2 അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് സേഫ് അല്ല വൈഫുമായിട്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടിടത്തോളം അത് ക്രമേണ എൻ്റെ ശീലം അങ്ങ് കുറഞ്ഞു, മനസ്സിലായി. പിന്നെ രണ്ടാമത്തെ കാരണം, ഞാൻ അഭിനയിക്കുന്ന സിനിമ കാണണമെങ്കിൽ തന്നെ എനിക്ക് 1000 രൂപ മുടക്കേണ്ടി വരും. എനിക്ക് അവർ 50,000 എഴുതി വാങ്ങിച്ചിട്ട് 500 വന്ന ചരിത്രമൊക്കെ ഉള്ളപ്പോൾ
ഞാൻ അഭിനയിക്കുന്ന പടത്തിൽ കഷ്ടപ്പെട്ട് അഭിനയിച്ചതിന് എൻ്റെ സിനിമ കാണാനുള്ള കാശേ ഇവർ തരുന്നില്ലെങ്കിൽ പിന്നെ ആ സിനിമ എന്തിനാണ് കാണുന്നത് എന്നുള്ളൊരു ചോദ്യവും കൂടെ വന്ന് രണ്ടാമത്തെ കാരണം കൊണ്ട് അതും അങ്ങ് നിന്നു. ക്രമേണ ആ ഒരു തിയേറ്ററിൽ പോകാനുള്ളൊരു ആ ഒരു 3 മണിക്കൂർ കളയാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ ഈ ട്രെൻഡും മാറി. ന്യൂജൻ ഫിലിം എന്നും പറഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്ക് പണ്ട് നമുക്കൊരു ആരാധന, എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ആ പ്രായത്തിലുള്ളവർക്ക് 90s അറിയാൻ പറ്റും. വേലിയൊക്കെ ചാടി, കമ്പി വേലിയൊക്കെ ചാടി, ഷർട്ടൊക്കെ കീറി വേർത്ത് പിഴിഞ്ഞ് ആർപ്പു വിളിയോടെയൊക്കെ അകത്ത് ചാടി കയറി ഷർട്ട് ഊരി വിരിച്ച് ഇതൊക്കെയാണ് സിനിമ കാണുന്നത്. അത്രയ്ക്കൊരു ഉത്സവ കോലാഹലമായിരുന്നു സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക്. അന്ന് ഇത്രയും മീഡിയാസ് ഒന്നും ഇല്ലല്ലോ, ദൂരദർശനൊക്കെ കഴിഞ്ഞൊക്കെ വരുന്നൊരു കാലമൊക്കെയാണ്. പക്ഷേ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ വാൾ പോസ്റ്റ്, ഒരു സിനിമ 150 ദിവസം 250 ദിവസം കഴിയാതെ, മിനിമം 50 കഴിയാതെ വാൾ പോസ്റ്റ് അവിടുന്ന് മാറില്ല. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ട് സാധനം വാങ്ങിച്ച് പച്ചക്കറി വാങ്ങിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ വാൾ പോസ്റ്റിൻ്റെ മുകളിൽ വേറൊരു വാൾ പോസ്റ്റ് ആയിരിക്കും. അതിനകത്ത് ആരൊക്കെ അഭിനയിക്കുന്നതെന്ന് പേരറിയില്ല. ഡയറക്ടറുടെ പടം പറഞ്ഞ് കാണുന്ന ഒരു സിസ്റ്റം ഇന്നില്ല. പണ്ട് അരവിന്ദൻ സാറ്, ഭരതൻ സാറ്, IVC സാറ്, ജോഷ് സാറ്, കമൽ സാറ്, ഫാസ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആ ഡയറക്ടറുടെ പേരിൽ സിനിമ കാണും. ഇന്നതില്ല. അങ്ങനെ കാലാവസ്ഥ മൊത്തം മാറി. പിന്നെ എനിക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഈ ന്യൂജൻ ഒക്കെ നല്ലതാണ്, പക്ഷേ ദൃശ്യമാധ്യമങ്ങളിൽ വരുമ്പോൾ ഒരു ലിമിറ്റേഷൻസ് വെക്കണം നമ്മൾ. അത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്നൊക്കെ ചിലർ പറയും. അതുകൊണ്ട് പറയുന്നത് ടോയ്ലറ്റിൽ പോകുന്ന ഇരിക്കുന്നതിൻ്റെ എക്സ്പ്രഷനൊക്കെ എടുക്കുക, മുണ്ട് പോക്കി മൂത്രം ഒഴിക്കുമ്പോൾ വർത്താനം പറയുന്ന സീനൊക്കെ എടുക്കുക, വാ തുറന്നാൽ ചേരിയിൽ പോലും ജീവിക്കുന്ന ഒരു നാണം കെട്ട് ഓടുന്ന തരത്തിലുള്ള തെറി പറയുക, പിന്നെ പെണ്ണുങ്ങൾ മദ്യപിക്കുന്ന ഷൂട്ട് ചെയ്യുക. ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവാം, അവിടെ ഇവിടെ രഹസ്യമായിട്ടും ഒതുക്കത്തിൽ എല്ലാ ലൈഫിലും ഉണ്ട്. പക്ഷെ അത് ദൃശ്യമാധ്യമങ്ങളിൽ വരുമ്പോൾ അതെന്ത് മെസ്സേജാണ് ലോകത്ത് കൊടുക്കുന്നത്? ഇതൊന്നും ഇല്ലാത്തവർക്ക് ഈ വീട്ടിൽ ടിവിനെയും വെച്ചുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പടം കാണാൻ പറ്റുമോ? ഞാനിവിടെ പാപ്പു എന്ന് പറയുന്ന ഒരു വാക്ക് പോലും കേൾക്കാതെ വളർത്തണം എന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ നീറ്റ് ആയതുകൊണ്ടല്ല, നമ്മൾ ഒരുപാട് കേട്ട് പറഞ്ഞു പോയി. അടുത്ത തലമുറ നമ്മൾ എന്ത് കൊടുക്കണം? അത് സൂക്ഷിക്കണ്ടേ? അതിന് പറ്റുന്നില്ല എന്നുള്ളൊരു പരാതികളുകൊണ്ട് ഞാൻ ഇവിടെ ന്യൂജൻ സിനിമ ഇടാറേയില്ല, കാണിക്കാറുമില്ല. അഥവാ ഇടണം എന്നുണ്ടെങ്കിൽ നീ കണ്ടതിന് ശേഷം, അനു കണ്ടതിന് ശേഷം കൊള്ളാമെങ്കിൽ, ചീത്ത വാക്കൊന്നും ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുമെന്ന് പറയും. അവനും ആ താല്പര്യം ഇല്ല സത്യത്തിൽ. വല്ല അപൂർവമായിട്ട് ഇപ്പം എന്തൊരു പടം കണ്ട് ലോക ഇവർക്ക് കാണണം തോന്നിയാൽ വൈഫ് ഹൗസിൽ പോകുമ്പം അവരുടെ ഫാമിലി എല്ലാവരും കൂടെ പോകും. ഞാൻ കാണാനുള്ള ത്വര നിന്നുപോയി. ലോകയൊന്നും കണ്ടില്ല ചേട്ടൻ? ഞാൻ സിനിമ ഒന്നും കാണാൻ. ഒരു സിനിമ ഞാൻ പറയാം, ന്യൂജന്റെ ഒരു സിനിമ കണ്ട എക്സ്പീരിയൻസ് പറയാം. കൂതറ എന്ന പടത്തിന്റെ പേര് പോലെ തന്നെ പടം കൂതറ. അതിനകത്ത് ലാലേട്ടനൊക്കെ എന്തിനാണ് ഗസ്റ്റ് റോൾ അഭിനയിച്ചതെന്ന് എനിക്കറിയില്ല, അത് അവരുടെ ഇഷ്ടം. ഒരു സീനിൽ ആ ഡയറക്ടറെ ഞാൻ പോയി കണ്ട, ഒരു പയ്യനാണ്, പേരെനിക്കറിയില്ല. ഞാൻ അന്ന് ചാൻസ് ചോദിച്ച് ചാൻസിന് വേണ്ടി നടക്കുമ്പോൾ ഒരു വൈറ്റ് ഫോർട്ടാണെന്ന് എൻ്റെ ഓർമ്മ, അവിടെ ഇരുന്ന് എഴുതുന്നു, അദ്ദേഹം കണ്ടു. അപ്പോൾ അദ്ദേഹം നിക്കറിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ നിറത്തിലെ സിനിമയിലെ കണ്ടു കാണും. അത്രയ്ക്കുള്ള പ്രായമേ ഉള്ളൂ. ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, നല്ല സംവിധായകരൊക്കെ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം കണ്ട് ഹിറ്റായിരുന്നു തോന്നുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടു, അപ്പോൾ അദ്ദേഹം സംസാരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ഉദിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ സത്യൻ മാഷ്, നാസിർ മാഷ് തൊട്ട് ഇങ്ങോട്ട് കുഞ്ചാക്കോടെ എല്ലാ പടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഒരു സിനിമ കാണുമെങ്കിൽ ആലോചിക്കണം, ഞാൻ തമിഴ് ഡൽഹി എല്ലാം കാണുന്നൊരു നല്ലൊരു പ്രേക്ഷകനാണെന്നുള്ളൊരു വിലയുണ്ടല്ലോ. ഒരു സീനിൽ നായികയുടെ ഇന്നർ നായകനെ ഇട്ടിട്ട് വന്നിട്ട് കല്യാണ വേദിയിലോ പൊതുവേദിയിലോ രണ്ടുപേരും തമ്മിൽ തർക്കം പറയുമ്പോൾ നിന്നിടത്ത് നൂരി മുഖത്ത് വലിച്ചെറിയുന്ന ഒരു ഷോട്ട് എങ്ങനെയുണ്ടത്? ആരുടെയെങ്കിലും ഭാവനയിൽ വരുമോ അത്? അങ്ങനെ ഒരു പടം ഞാൻ ആ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ഇത് ആര് കണ്ടുപിടിച്ചത്? എന്ത് മൂഡിൽ വന്നു ആ ഒരു ക്രിയേഷൻ? ഇത്രയും പോരെ? ഇത്രയും ഒരു എക്സാമ്പിൾ വരും ഒരു ന്യൂജൻ ഫിലിമിന് തറയാണെന്ന് പറയാനായിട്ട്, കൂതറയാന്ന് പറയാനായിട്ട്. അപ്പോൾ എനിക്ക് ഒരിക്കലും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്കെന്നല്ല, എന്നെ പോലുള്ള ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. നിങ്ങൾക്ക് പറ്റുമോ? എനിക്ക് അറിഞ്ഞൂടാ. അല്ല, പക്ഷെ ഇപ്പം മലയാള സിനിമയിൽ ഒരുപാട് വേറെ മാറ്റങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ ഞാൻ പറയുന്നത് എടുക്കുന്നവനെയും പറയണം, സെൻസർ കൊടുത്ത് വിടുന്നവനെയും പറയണം, കാണുന്നവനെയും പറയണം. മൂന്നും പറയണമല്ലോ. നമുക്ക് പറ്റത്തില്ല, നമുക്ക് കുറ്റം പറയാൻ ആളല്ല. പക്ഷെ ഇതൊക്കെ ഞാൻ വളരെ എന്നെ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ചിലതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ചേട്ടൻ ഇപ്പം സിനിമകളിൽ അത്ര സജീവമല്ലാതെ നിൽക്കുന്നൊരു സമയമാണ്. പക്ഷേ സിനിമകളിൽ സജീവമല്ലാതായതുകൊണ്ടാണോ ഈ ഒരു വേഷത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വേഷ പകർച്ചയിലേക്ക് മാറി വന്നത്? ഞാൻ പലയിടത്തും എൻ്റെ അടുത്ത് ചോദിച്ചവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ അമ്മയുടെ ഒരു മരണശേഷം എനിക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു നമ്മൾ സിനിമയെ കാണുന്ന പോലെ മടിയിലിരിക്കുക, ലാളിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ ബാല്യം മുതൽ കൗമാരം ആവുമ്പോഴും അത് കഴിഞ്ഞിട്ടും ഒക്കെ അമ്മയുടെ കൂടെ തന്നെയായിരുന്നു. ബാല്യത്തിൽ അമ്മയുടെ സാരിയുടെ തുമ്പത്തായിരുന്നു. കളിക്കാൻ പോകത്തില്ല, ആരോടും മിണ്ടത്തില്ല, കൂട്ടുകാരില്ല. ഒരു സ്കൂളിലൊക്കെ ഫസ്റ്റ് ബെഞ്ചിൽ മാത്രം ഇരുന്ന് പഠിച്ച് ഫസ്റ്റ് ചാൻസ് ജയിക്കുന്നൊരു മീഡിയം സ്റ്റുഡൻറ്റ്, അത്രയേ ഉള്ളൂ.
പക്ഷേ വളർന്നു വരുമ്പോൾ നമുക്ക് പ്രാരാബ്ദങ്ങൾ വന്നപ്പോഴത്തേക്ക് തൊഴിലെടുത്ത് കുടുംബം നോക്കുന്ന ഒരു ലെവലിലേക്ക് തന്നെ പോവുകയാണ്. അന്നും 78 വയസ്സ് വരെ മരിക്കുന്നിടം വരെയും ഒരു അവസാന കാലത്ത് ഒരു 5-8 വർഷം ഷുഗർ കൂടി മൊത്തം കാഴ്ച നഷ്ടപ്പെട്ട് നമ്മൾ പൊന്നുപോലെ നോക്കുന്നിടം വരെയും മരിക്കുന്നിടം വരെയും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊരു സുഹൃതമായിട്ട് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഭാഗ്യവും അത് തന്നെയാണ്. ഞാൻ ഇന്നും എന്തെല്ലാം ദുരിതങ്ങളിൽ താണ്ടി ഇന്നും ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ അത് ആ സുഹൃതമാണ്. എല്ലാവരും അവനവൻ്റെ രക്ഷകർത്താക്കളെയും ഗുരുക്കന്മാരെയൊക്കെ മാനിക്കണം, ബഹുമാനിക്കണം തന്നെയാണ് എൻ്റെ എളിയ അഭ്യർത്ഥനയും എൻ്റെ എക്സ്പീരിയൻസും അത് തന്നെയാണ്. അതിനൊരു ദോഷവും വരത്തില്ല. ആരൊക്കെ ദോഷം വിചാരിച്ചാലും ഒരു ദോഷം വരില്ല എന്നുള്ളത് തെളിവാണ് ഞാനിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ആണ്ട് നടത്തുന്നിടം വരെ ഞാനിങ്ങനെ വിഷാദരോഗം പോലായി. അനു അന്ന് ഗർഭിണിയാണ്, മരിക്കുന്നു. അതിന് കാറ് പിടിച്ച് വന്നു. അടുത്ത ആഴ്ച അവൾ പ്രസവിക്കുന്നു, നാരായണം ജനിക്കുന്നു. അപ്പോൾ മോൻ ജനിക്കുന്നതും അമ്മയുടെ സഞ്ചയനം, അടിയന്തരം, ഇതെല്ലാം നമ്മൾ ശ്രീനിവാസൻ ചേട്ടൻ ഒരു സിനിമയിൽ പാലുകാച്ചിൽ ഉദ്ഘാടനം എന്നൊക്കെ പറയുന്ന പോലെ എനിക്കിത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് കാത്തുകാത്തിരുന്നിട്ട് വന്നതാണ് മോൻ. 7 വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് പ്രാർത്ഥനകളിലൂടെ കിട്ടിയിട്ട് നമുക്ക് ചിരിക്കാനുള്ള ഒരു അവസരമില്ല. അതിലും ഞാൻ മരണങ്ങൾ ഒരുപാട് നമ്മൾ താണ്ടി വന്നിട്ടുണ്ടെങ്കിലും സാക്ഷിയായിട്ടുണ്ടെങ്കിലും അമ്മയുടെ മരണം എനിക്ക് കുറച്ച് അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചു. ഇത് സന്തോഷമാണെങ്കിലും ഞാനിങ്ങനെ അടിയന്തരത്തിൻ്റെ അവസ്ഥയിലിരിക്കുക, ഒറ്റയ്ക്കാണ്, ആരും സഹായിക്കാനില്ല, എല്ലാം നമ്മൾ തന്നെ നോക്കണം, ഇവരവിടെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസവിക്കുമ്പോൾ നമ്മൾ അടുത്ത് വേണമെന്ന് പറഞ്ഞ് ഞാനിവിടുന്ന് വണ്ടി പിടിച്ച് പോയി. ആദ്യമായിട്ട് മോനെ ഏറ്റുവാങ്ങി മോനെ എൻ്റെ കയ്യിൽ വന്നതിന് ശേഷം അവിടെ അവരെല്ലാവരും പറയുന്നു എൻ്റെ പൊട്ടിച്ചിരി പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ ഞാൻ ചിരിച്ചൊന്നുമില്ല. ഞാൻ കാലിങ്ങനെ പിടിച്ച് കയ്യിലെടുത്തപ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ചുടിചുടിടാന്നിങ്ങനെ തോരാ മഴ പോലെ ഒഴുകുക. ഇവിടെ അടിനാവിന് ഇങ്ങനെ ചൂട് വെള്ളം ഒഴുകുക. ഒന്നും മിണ്ടാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ ആദ്യമായിട്ട് എൻ്റെ കൈവെള്ളം കിടന്നവൻ കണ്ണ് ആദ്യമായിട്ട് ചിമ്മി നോക്കിയത് എൻ്റെ മുഖത്താണ്. അത് അവിടെ എല്ലാവരും പറഞ്ഞ് കണ്ണ് തുറന്നേ ഇല്ല കുഞ്ഞ് ജനിച്ചിട്ട് ഇത്ര നേരം വരെ. അപ്പം ഞാൻ പ്രകൃതിയാൽ ഭഗവാനെ വിചാരിക്കുന്ന വെച്ചാൽ എൻ്റെ മുഖം കണ്ടവൻ ഉണരണം എന്ന് ദൈവം നിയോഗിച്ച് വിട്ടത് എനിക്ക് വരം തന്നതാണ് നാരായണൻ. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ സന്തോഷിക്കാൻ കിട്ടിയ അവസരം കാത്ത് തപസ്സിരുന്ന് കിട്ടിയ അവസരത്തിൽ പോലും ചിരിക്കാൻ ഭാഗ്യമില്ലാതെ പോവുകയാണ്. ഇത് ഇവിടെ നിന്നല്ല, എൻ്റെ ജീവിതത്തിൽ. അപ്പം സിനിമയിൽ ഞാൻ അഭിനയിച്ചാൽ എല്ലാം ഹിറ്റാണ്. പക്ഷെ എനിക്ക് 500-ഉം അടുത്ത അവസരത്തിൽ തെണ്ടലുമാണെങ്കിൽ ആ അഭിനയിച്ചവരൊക്കെ സൂപ്പർ സ്റ്റാറോ സൂപ്പർ പ്രൊഡ്യൂസറായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം കർമ്മഫലമാണ്. അവരെ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. പക്ഷെ പടമെല്ലാം ഹിറ്റാ, അതൊരു ഭാഗ്യം എന്ന് വേണം പറയാമല്ലോ. ആ വലിയ ഹിറ്റ് പടത്തിലൊക്കെ നമ്മളുണ്ടായിരുന്നു എന്ന് പറയാം. അവൻ കാല് വെച്ചിടം മുടിഞ്ഞു പോയെന്ന് ആരും പറയില്ല. അത് ഒരു വരം ദൈവം തന്നെ. പക്ഷെ അതെല്ലാം ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ ആരെയുണ്ടോ ഉണ്ടാവാം, അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അന്ന് ശ്രദ്ധിച്ചില്ല, പിന്നെ നമ്മൾ റീ അടിക്കുമ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇതിനെയും താണ്ടിയാണ് നേരത്തെ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ വേഷമാറ്റം നമ്മൾ ഇച്ഛിച്ചതല്ലല്ലോ നടക്കുന്നതെന്നും അല്ലേ. ഇതാ സ്വാഭാവികമായിട്ട് അങ്ങനെ മാറി വന്ന കാലപ്പോക്കിന് വന്നപ്പോൾ ഇത് ഒരു ആത്മീയതയുടെ ഉച്ചം എന്ന് പറയുന്ന കാവ്യം ഷാളും നരയും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയിലാണ് പോയത്. ആ സമയത്ത് ഇവർ കൊച്ചിനെയും കൊണ്ട് ഇവിടെ പേടിച്ച് കൈക്കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് പോവുകയും ചെയ്തു. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ വന്നേയില്ല. അപ്പം ഞാൻ വീടും പൂട്ടിയിട്ട് ഇറങ്ങി അങ്ങ് ഹിമാലയം വരെയൊക്കെ പോയി അലഞ്ഞു തിരിഞ്ഞൊക്കെ നടന്നു. ചിന്താവിഷ്ടയായ ശ്യാമളയിലെ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയ ചിന്താവിഷ്ടയായ ശ്യാമള എന്നൊരു സിനിമയിൽ തൊഴാതെ തൊഴുതു പോകുന്നത് പോലെയാണ്. ഈ മറ്റേ പറയുമല്ലോ ആറാട്ടം എന്ന് പറയത്തില്ലേ, ആ മലയാള ലാംഗ്വേജ് പറയാം, അതുപോലെ അതല്ല. ഇത് നമുക്ക് ജന്മനാലെ ജനിച്ചപ്പോൾ തൊട്ടേ ഗീതാ ക്ലാസ്സും അതും ഇതൊക്കെ ഉണ്ട്. പക്ഷേ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു വന്നപ്പോൾ ആത്മീയതയുടെ ഒരു സ്ട്രെങ്ത് വന്നു. അമ്മയുടെ മരണത്തിലൂടെ അതിൻ്റെ ഒരു സഹവാസവും ഒരു ആത്മീയ സന്യാസിമാരും ശ്രേഷ്ഠരായിട്ടുള്ള ഗുരുക്കന്മാരൊക്കെ ആയിട്ടുള്ള കണക്ഷൻ വന്നപ്പോൾ കുറച്ച് അവേഷവും പകർച്ചയൊക്കെ വന്നു. പക്ഷെ ഇവിടെ അതിനോട് കൂടി കുറേ ദാരിദ്ര്യം വന്നു. നമുക്ക് വർക്കില്ല. ഇവിടെ ഭയങ്കര കൊടിയ ദാരിദ്ര്യം വന്നു. ഞാനും അധികം ആരോട് സംസാരിക്കാതെ പ്രകടമാണ്, ഇവളോട് ഒട്ടും സംസാരിക്കാതായി. അപ്പോൾ വേറെ ഒരു വഴിയില്ലല്ലോ. അനുവിനെ സംബന്ധിച്ച് ഇതിനകത്താണ് സ്വർഗമെങ്കിൽ ഇതിനകത്ത് ഞാൻ മിണ്ടാതിരുന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? അങ്ങനെ അമ്മയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ വന്നില്ല. അപ്പം ഞാനത് എൻ്റെ മനസ്സിൽ ഞാനും പൂട്ടിയിട്ട് ഞാനും എൻ്റെ വഴിക്കങ്ങ് പോയി. പക്ഷേ മുല്ലക്കാമ്മയുടെ കാരുണ്യം കൊണ്ട് തിരിച്ച് വരണം എന്ന് തോന്നി. ഇവർ വന്നു, ഞങ്ങളെ വീണ്ടും യോജിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു നമ്മുടെ ഗുരുനിർദ്ദേശപ്രകാരം തന്നെ ആത്മീയമായ വേഷം, അത് ആർഭാടം ഒഴിവാക്കണം എന്ന് തോന്നിയത് കൊണ്ടും കൂടി ആ കാവ്യ തൽക്കാലം മാറ്റിവെച്ച് ഇത് ഇങ്ങനെ ഇട്ടു എന്നുള്ളതാണ്. അതൊരു നീറ്റാണ്, വൃത്തിയാണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ജീൻസും ടീഷർട്ടും മറ്റൊന്ന് പണ്ടും ഇടുന്ന ശീലം എനിക്കില്ല, ഷൂട്ടിനല്ലാതെ. നോർമലി ഞാൻ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഇതെനിക്ക് കുറച്ചുകൂടെ പൊരുത്തമായിട്ട് തോന്നുന്നു. ചിലർക്ക് മാത്രം കാണുമ്പോൾ ഒരു പണ്ട് ചിരിച്ചവർ ചിരിക്കാതെ പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവരുടെ മാനസിക വൈകല്യം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
ചിലപ്പോ തിരിച്ചറിയാണ്ടും ആവാൻ ചേട്ടാ. കാരണം നമ്മൾ അങ്ങനെ കണ്ടിട്ട് അത്രയ്ക്കൊന്നും ഭയങ്കരമായിട്ടില്ല നമ്മുടെ മുഖവേ. ഞാൻ അല്ലല്ല, ഒരു സമയത്ത് ഫുൾ നരയായിരുന്നുള്ള ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. ആണെങ്കിലും നമുക്കത് ഒരു സിനിമയിൽ കണ്ട് ഞാൻ വലിയ നായകവേഷമൊന്നും സിനിമ ചെയ്തിട്ടില്ലെന്ന് ഓർക്കണം. 1-2 സീനിലേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് പോലും കണ്ട ഒരു പ്രേക്ഷക, ഒരു കരിക്ക് വിൽക്കുന്ന ചേച്ചി നമ്മുടെ പഴനി വെച്ചിട്ട് ആ കരിക്ക് വിൽക്കുന്ന അമ്മ എന്നെ കണ്ട് ഞാൻ കരിക്ക് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നീങ്ക കണ്ണുക്കുള്ള നിലവിൽ നടിച്ചവർ തന്നെ എന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ ഞെട്ടുന്ന എന്താ വെച്ചാൽ, ഞാൻ അതിനകത്ത് വിജയാണ് നായകൻ, എന്റെ ഇൻട്രൊഡക്ഷൻ ഫിലിമാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫിലിമാണ്, ഫാസ്റ്റ് സാറ് പരിചയപ്പെടുത്തിയാണ്. പക്ഷെ ഞാൻ അതിനകത്ത് ക്ലൈമാക്സിലും ഫ്ലാഷ് ബാക്കിലും വന്നു പോകുന്ന ഒരു ചെറിയ കഥാപാത്രമാണ്. സെക്കൻഡ് ഹീറോ പോസ്റ്റ് ആണെങ്കിലും അത്ര വലിപ്പമൊന്നുമില്ല. ഇവര് കണ്ടുപിടിച്ചു. അപ്പൊ ഞാൻ എങ്ങനെ മനസ്സിലായി, ഇപ്പൊ ഇപ്പിടി പാത്തപ്പോ കണ്ണ് എനിക്ക് സൈക്കാഴ്ചെന്ന്, അതായത് നമ്മുടെ ഒരു ലുക്ക് അവര് കണ്ടുപിടിച്ചു എന്നുള്ള. അവരുടെ കാഴ്ചപ്പാടും തിരിച്ചറിയലും എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രേക്ഷകരുടെ ഒരു ഇത് വളരെ വലുതാണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നെ കണ്ട തിരിച്ചറിയാതെയല്ല, തിരിച്ചറിഞ്ഞു. പലരും വട്ടായെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഇങ്ങനെ കാവ്യെക്കുറിച്ച് നിറയിട്ട് ഇതുവഴി പോകുന്നു. ഞാൻ ജനിച്ചു വളർന്ന ഈ സിറ്റിയിലല്ലേ. ഇന്നലെ വരെ ചെറുപ്പക്കാരനായിട്ട് പയ്യനായിട്ട് ഫ്രീക്കെന്ന് അവർക്ക് തോന്നിയെങ്കിലും ഇന്നൊരു ആരോടും മിണ്ടാതെ കാവ്യൊക്കെ പുതച്ചാ പോകുന്നേ, ചുമ്മാ വേഷമല്ല. അതെനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോഴത്തേക്ക് എന്താ അത് ഉത്തരവില്ല ശരിക്കും. അത് നമ്മൾ മനഃപൂർവ്വം വരുത്തി വെക്കുന്ന നല്ലത്. സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കും. നമ്മൾ വിചാരിച്ച് നടക്കാനായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും മമ്മൂക്കായും ലാലേട്ടനെയൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ സിനിമയിലേക്ക് വരുന്നത്. ആഗ്രഹമോ ലക്ഷ്യമോ നമുക്ക് എന്തായാലും അവരുടെ കസേര കിട്ടിയില്ലെങ്കിൽ അവരുടെ അടുത്തുള്ള സീറ്റെങ്കിലും കിട്ടണമെന്നും ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ആഗ്രഹിച്ചത് നടക്കുന്നതാണെങ്കിൽ അത് നടക്കണ്ടേ. അപ്പൊ അതല്ല നടക്കുന്നത്. ദൈവവശാൽ ഒരു കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും, അതിനനുസരിച്ച് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും, ഒരിടത്ത് ചെന്നത് അവസാനിക്കും. അനുചേച്ചി ഇങ്ങനെ എല്ലാം കേട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ഭയങ്കര ഈ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ ഫസ്റ്റ് പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം ചേച്ചിയുടെ ചിരിയാണ്. ചേച്ചി ഇങ്ങനെ ഭയങ്കര ചിരിച്ച് നമ്മളെയൊക്കെ അങ്ങനെ വെൽക്കം ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എനിക്കിത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഇപ്പോൾ ചേട്ടൻ പെട്ടെന്ന് പോയൊരു സമയത്ത് ആ ഒരു അത്ര കാലം ചേച്ചി അനുഭവിച്ചൊരു മാനസിക സംഘർഷം ഉണ്ടാവും. പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് തിരിച്ച് ഇദ്ദേഹത്തിലേക്ക് വരാനായിട്ടുണ്ടായത്? അത് പോയ സമയത്ത് വീട്ടിലേക്ക് ഒരാഴ്ച പോകാമെന്ന് പറഞ്ഞാൽ പോയിട്ട് ഞാൻ വിളിക്കും. ഞാൻ ഇങ്ങോട്ട് വിളിക്കാറ് കൂടുതലും, തിരിച്ചിങ്ങോട്ട് വിളിയില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വിളിക്കുമെന്ന് വിചാരിച്ച് വിളിച്ചില്ല. അപ്പൊ ഞാനും വിചാരിച്ചു വിളിക്കട്ടെ, അങ്ങനെ വിളിക്കാതിരുന്ന് ഇതായതാ. പിന്നെ എങ്ങനെ തിരിച്ചെത്തി ഇദ്ദേഹത്തിലേക്ക് വീണ്ടും? അല്ല, അത് ഞാൻ പറയാവേ. അത് ഞാൻ ഇവരുടെ പറഞ്ഞിട്ടില്ല, ലോകർ അറിയുന്നെങ്കിൽ അറിയട്ടെ. പക്ഷെ എൻ്റെ ഒരു മാനസികാവസ്ഥ, ഇവര് അമ്മയുടെ അടുത്ത് അനിയത്തിയുടെ അടുത്ത് ഇവരുടെ വീട്ടിലാണ് പോയത്, അതുകൊണ്ട് അവർ സേഫാണ്. ഞാൻ അലഞ്ഞു പോയത് എവിടെ നിന്നില്ലാതെ, വണ്ടിക്കൂലി ഇല്ലാതെ, ബസ് സ്റ്റാൻഡിലും കടത്തിണ്ണയിലും കിടന്നിട്ട് നമ്മൾ സിനിമയെ കാണുന്ന പോലെ അന്തേവാസികൾ, അതായത് ഭക്തർ കൊണ്ടു തന്ന പൊതി വാങ്ങിച്ച് കടത്തിണ്ണയിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ അലഞ്ഞു നടക്കുക. സിനിമാടനായിരുന്നോ അല്ലയോ ഒന്നും അന്ന് എനിക്കറിയില്ല. എൻ്റെ മാനസികാവസ്ഥ, അപ്പം എൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും എനിക്കറിയാതെ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ പോകുമ്പോൾ ആകെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത് ഇവരാണെങ്കിൽ അതും ഇല്ല എന്നുള്ളതാണ്. ഞാൻ വേറൊരു മനുഷ്യനാണെങ്കിൽ കണ്ട ആറ്റിൽ ചാടാം, കണ്ട ഫാനിൽ തൂങ്ങാം, എന്ത് വേണേലും ആകുന്ന ഒരു അവസ്ഥയിലാണ് അന്ന് പോയത്. അത്രയ്ക്ക് ദാരിദ്ര്യം ഉണ്ടെന്നേ, സപ്പോർട്ടിന് ആരുമില്ല, ഒന്നും കൂട്ടുകാരില്ല, ആരുമില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തന്നെ അറിയില്ല, എൻ്റെ പിടിവിട്ട് പോയി എൻ്റെ ജീവിതം, അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇവരുടെ കസിൻസ് എല്ലാം കൂടെ, ആങ്ങളമാർ കസിൻസ് ആയിട്ടുള്ളവരാണ്, ഗൾഫിലൊക്കെയാണ്, അവരെല്ലാവരും കൂടെ വന്നിട്ട് ഇത് ഒത്തീർപ്പാക്കാൻ വേണ്ടി 1 വർഷം കാത്തിരുന്നു. അമ്മയോ ആരും എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് സോൾവായി പോയതിനായിരിക്കാം. പക്ഷെ അവർ വരാൻ വേണ്ടി കാത്തിരുന്നു. അത് നമ്മുടെ വിധിവശാൽ നമ്മൾ അവിടെ അലയാനുള്ളൊരു തരുണം, അത്രയേ ഉള്ളൂ. വന്നപ്പോൾ ഇതുപോലെ ഇരുത്തി ഞാൻ സംസാരിച്ചു. അപ്പോൾ അവരെൻ്റെ അടുത്ത്, അവർക്ക് ആത്മീയതയെക്കുറിച്ച് അത്ര വശമില്ല. അപ്പോൾ ഞാൻ ഭാഗവതമൊക്കെ പാരായണം ചെയ്തൊക്കെ നടക്കുകയാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചത്, അളിയന് നാണമില്ലേ ഇങ്ങനെ ഭാഗവതമൊക്കെ പിടിച്ച് കാഷായ എടുത്ത് നടക്കാൻ? കാരണം അവർ കാണുമ്പോൾ സിനിമയിൽ ഞാൻ അത്ര ടോപ്പ് അല്ല എങ്കിലും സീരിയലിൽ ഞാൻ ഹീറോ ആയിട്ടും മെയിൻ വില്ലനായിട്ടൊക്കെ തകർത്താടി, അതായത് പ്രധാന ചാനലുകളുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള അന്ന് തകർത്താടുന്നതിലും സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് മസിലും പവറും ഒക്കെ ആയിട്ട് ഗ്ലാമറായിട്ടൊക്കെ നടക്കുന്ന സമയത്താണ് പെണ്ണ് കാണാൻ പോകുന്നത്. അന്ന് ഇവർ കല്യാണമൊക്കെ ഭയങ്കര ആർഭാടമായിട്ട് നടത്തിയത്. ഞാൻ എൻ്റെ കല്യാണം ഇവിടെ താലികെട്ട് നടത്തിയത് 50 പേരെ വിളിച്ചിട്ട് ഒതുക്കത്തിൽ ഒരു 50 കല്യാണം, റിസപ്ഷൻ ഒന്നും നടത്തിയിട്ടില്ല. 50 കുറിയാ, 100 കുറി അടിച്ചാൽ 50 കുറി ഇപ്പോഴും അലമാരിപ്പോഴും 50 തന്നെ ചിലവായുള്ളൂ. അത്രയും ലിമിറ്റ് ചെയ്ത് താലി കെട്ടി വിട്ടു ആ മുഹൂർത്തത്തിന് വേണ്ടിയിട്ട്. ഇവർ മണ്ഡപം എടുത്തു, അത്ര ആർഭാടമായിട്ടാണ് വരുന്നത്. കാരണം അതൊരു ആഘോഷിക്കാനും മാത്രം അവർക്ക് അന്ന് നമ്മുടെ ഒരു പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ ആ ലുക്കോ ഉണ്ടായിരുന്നു വെച്ചോളൂ. പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ അവർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല.
ലുക്കും പോയി, സീലും പോയി, സിനിമയും പോയി, ആളും പോയി എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലായി. അല്ലാതെ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള ഇടിയോ പാമ്പിനെ കടിപ്പിക്കലോ ഒന്നും അല്ല പ്രശ്നം, ഒന്നുമില്ല. അവർ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടിയിലാണ് തിരിച്ചു വന്നത്. ഞാൻ അന്ന് ആലോചിക്കുക, ഒരുപാട് ആലോചിക്കുക. കാരണം എനിക്ക് എന്നെ വിശ്വസിച്ച് വന്നതാണ്. അപ്പോൾ നമ്മുടെ അമ്മയാണേലും ഭാര്യയാണേലും നമ്മുടെ കൂടെ ഉള്ളവരെ സന്തോഷിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, കുടുംബനാഥൻ്റെ ഒരു കർത്തവ്യം കൂടെ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മുടെ കൂടെ ഇനി ജീവിച്ചിട്ട് അവൾക്ക് എന്തിനാണ്? അവൾ സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ ആരെങ്കിലും ഒന്ന് നല്ലൊരാളെ കിട്ടി അവളെ കൂട്ടി ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ എൻ്റെ മന്ദബുദ്ധിക്ക് ആലോചിക്കുക. അപ്പോഴാണ് ഇവർ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ പോയി സത്യമാണ് നിലവിളക്ക് കത്തിച്ചിരിക്കല്ലേ. ഞാൻ പറഞ്ഞു, ഇതാരുടെയും പറഞ്ഞിട്ടില്ല കേട്ടോ, ഇവളിപ്പോഴായിരിക്കും കേൾക്കുന്നത്, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തായാലും അന്ന് കണ്ടേൽപ്പിച്ച ആളല്ല ഞാൻ. എൻ്റെ രൂപമില്ല, എൻ്റെ കയ്യിൽ പണമില്ല, സീരിയലില്ല, ഒന്നുമില്ല, പകിട്ടും പത്രാസം ഒന്നുമില്ല, ഭാഗവതം ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ അലഞ്ഞടക്കുകയാണ്. പൊയ്ക്കോട്ടെ, നിങ്ങളുടെ പെങ്ങൾക്ക് നല്ലൊരാളെ കണ്ടുപിടിക്കും, ഞാൻ വന്ന് താലി എടുത്തെന്ന് കല്യാണം നടത്തരാം ഫ്രീ ആയിട്ട്. കാരണം ഞാൻ പൂജ പഠിച്ച ആളാണ്, പൂജാരിയായിട്ട് ഞാൻ വന്ന് നടത്തരാം. ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറഞ്ഞു. കാരണം നെഞ്ചിൽ അത്രത്തോളം പിടയുന്ന വേദന ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു സമയം അങ്ങനെ നമ്മൾ കൈവിട്ട് പോയൊരു സമയം. അപ്പോൾ നമ്മളെ വിശ്വസിച്ച് വന്ന ഒരാൾ നമ്മുടെ കൂടെ നിന്ന് അറിയിക്കേണ്ട കാര്യമില്ല. അത് ആത്മഹത്യയെക്കാട്ടിലും പിടിച്ചു നിൽക്കുന്നൊരു മനസ്സും കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ. അത് സത്യമായിട്ട് ഞാൻ ചിന്തിച്ച് ആഗ്രഹിച്ച. ഓക്കെ, സോറി ചേട്ടാ, ഞാൻ കരയിപ്പിക്കണമെന്ന് വിചാരിച്ച് ചോദിച്ചതല്ല. അല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ജീവിതത്തിൽ. അൻഷിജി, എന്തൊക്കെയാണ് ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ? ഇപ്പം ചേച്ചിയുടെ ഏറ്റവും പോസിറ്റീവായിട്ട് ചേട്ടൻ പറയാറുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെയൊന്നും പറയാറില്ല. നല്ല കുക്കാ, അടിപൊളിയായിട്ട്. ഞങ്ങൾക്ക് വന്നപ്പോൾ കോഫി ഉണ്ടാക്കി തന്നു, ഞങ്ങൾ ഇങ്ങനെ കുടിച്ച് ഞങ്ങളുടെ ക്യാമറമാൻ വരെ പറഞ്ഞു നല്ല കോഫി കുടിച്ചോന്ന് പറഞ്ഞു. അല്ല, അങ്ങനല്ല, നന്നായിട്ട് പാചകം ഇവിടെ വന്ന് പഠിച്ചതാണ്, ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ പഠിച്ചതിനെക്കാട്ടിലും ആശാനെക്കാട്ടിലും നന്നായിട്ടെന്ന് പറയുന്ന പോലെ ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് നന്നായിട്ട് ചെയ്യും. ഉപ്പൊക്കെ നോക്കാനൊന്നും അറിയത്തില്ലെങ്കിൽ ഞാനാ നോക്കുന്നത്, പക്ഷെ കറക്റ്റ് ആയിരിക്കും. അനുവിൻ്റെ വീട്ടിലൊക്കെ ഭയങ്കര, അനുവിൻ്റെ അനിയത്തിയുടെ മോനൊക്കെ വേൾഡ് ഫേമസ് കുക്ക് എന്നൊക്കെയാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഏതാ ഇവന്റെ കൂട്ടുകാരൻ? ആണോ? അത്രയ്ക്ക് അടിപൊളിയാണല്ലേ? അല്ല, ചെയ്യുന്നതിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതിന് സ്നേഹവും കൂടെ ഉണ്ടെങ്കിൽ രുചി കൂടും എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മവും ആത്മാർത്ഥമാണെങ്കിൽ സക്സസ് ആണ്. സിനിമകളിൽ കൂടുതലും ആണുങ്ങൾ പെൺവേഷം കെട്ടി ചെയ്യുന്ന, ഇപ്പം ദിലീപേട്ടൻ്റെ മായാമോഹിനി ആവട്ടെ, അങ്ങനെ ഒരു വേഷപ്പകർച്ച നമ്മൾ കണ്ടിട്ടുണ്ട്. സീരിയലിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു റെഫറൻസ് വരുമ്പോൾ എനിക്ക് ചേട്ടൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. ഒരു സ്ത്രീ കഥാപാത്രം എടുത്ത് കിടിലനായി ചെയ്യുക എന്ന് പറയുന്നത്, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ശരിക്കും? അങ്ങനെ ഒരു റോൾ കയ്യിലേക്ക് വന്നപ്പോൾ അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമൊക്കെ എന്തായിരുന്നു? ഇത് റോള് വന്നതും തിരഞ്ഞെടുത്തതും അല്ല, തിരഞ്ഞെടുത്തത് അതിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം 3 വർഷം മുമ്പ് ഇവിടെ ഒരു കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തൊരു തമിഴ് സീരിയൽ ചെയ്യുമ്പോൾ ഒരാളുടെ പകരമായിട്ട് എന്നെ വിളിച്ച് ഞാൻ പോയിരുന്നു. അപ്പോൾ അതെന്താ സംഭവിച്ചാൽ 15 മെയിൻ ഒരു സീന് 15 ആർട്ടിസ്റ്റുകൾ ഉണ്ട്, 15ഓളം ഉണ്ട്. ഞാൻ ചെയ്യേണ്ട ഒരു കഥാപാത്രം വേറൊരു പുതുമുഖം ചെയ്യുന്നു. ഈ 15 പേരുടെ അടുത്തും ഡയലോഗ് പോർഷൻ ഒരു 50ഓളം പേജ് ഈ ഒറ്റ ആൾ ഒറ്റ ഷോട്ടിൽ ചെയ്യണം. അപ്പോൾ ക്യാമറമാൻ്റെ തോളത്താണ്, ഈ ആർട്ടിസ്റ്റിനെ ഫോളോ ചെയ്ത് വരും, എല്ലാം കവർ ചെയ്ത് ഒറ്റ ഷോട്ടിൽ എടുക്കണം, ഒറ്റ ടേക്ക് എടുക്കണം. അപ്പോൾ അത് 3 ദിവസമായിട്ട് ആ പയ്യന് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ബിജു വർഗീസ് എന്നാണ് ആ ഡയറക്ടറുടെ പേര്, അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബിജു വർഗീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ റെഡ് റോസ് എന്ന് പറഞ്ഞ് 20 വർഷം മുമ്പ് ഒരു സീരിയൽ ഒരു ഗസ്റ്റ് റോൾ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അല്ലാതെ കോണ്ടാക്ട് ചെയ്യില്ല. പക്ഷേ ഇത് മുടങ്ങിപ്പോയിട്ട് അവിടെ ഡിസ്കഷൻ വരുന്നു, ഇത് ആരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വന്നപ്പോഴത്തേക്ക് എനിക്ക് നറുക്ക് വീണെങ്കിൽ 50 പേജുള്ള ഒരു ഡയലോഗ് സ്പോട്ടിൽ വായിച്ചാൽ തെറ്റാതെ ഒറ്റ ഷോട്ടിൽ എടുക്കാൻ പറ്റുമെന്ന് അവർ സർട്ടിഫൈ ചെയ്തത് എൻ്റെ ഒരു അംഗീകാരമാണ്. അത് ഞാൻ പോയി ഒറ്റ ഷോട്ടിൽ ചെയ്തു. ആ 15 പേര് എഴുന്നേറ്റ് കൈയടിക്കുകയൊക്കെ ഉണ്ടായത്. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത് തള്ളാന്ന് പറയും. ഇത് നമ്മുടെ കഴിവാണ്. കഴിവ് മീൻസ് ദൈവം തന്നതാണ്, നമ്മുടെ അന്നമാണ്. അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ നിങ്ങൾക്ക് പലർക്കും അറിയാം, പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സർട്ടിഫിക്കറ്റ് കഷത്ത് വെച്ചവരുടെ അഭിനയവും അല്ലെങ്കിൽ അവർക്ക് അവസരമില്ലാത്തതൊക്കെ നമ്മൾ ഇവിടെ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടല്ലോ. ജീവിതത്തിൽ കിട്ടുന്ന അനുഭവത്തോളം വേറെ ഒരിടത്തുനിന്നും കിട്ടത്തില്ല. പിന്നെ എനിക്ക് അന്ന് പ്രാരാബ്ദങ്ങളെ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിനിമയിൽ വന്നത്, അല്ല പാഷന് വേണ്ടിയിട്ടൊന്നോ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരാളല്ല ഞാൻ.
അതുകൊണ്ടാണ് അവിടുന്ന് പിന്മാറണം എന്ന് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ചെന്നിടത്തൊക്കെ അടിയും, ചെന്നിടത്തൊക്കെ ഇടിയും, ചെന്നിടത്തൊക്കെ പാരയും, ചെന്നിടത്തൊക്കെ പറ്റിക്കലും, ചെന്നിടത്തൊക്കെ നികൃഷ്ടമായ വൈകൃതമായ പെരുമാറ്റവും. അത് ക്യാമറമാനിൽ നിന്നാണെങ്കിലും ശരി, ചില കോ ആർട്ടിസ്റ്റുകളിൽ നിന്ന്. അപ്പോൾ അത് എല്ലായിടത്തും അങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനല്ല. എൻ്റെ വിധിക്ക് അതങ്ങനെ വരുന്നു, ഞാൻ മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നതെന്നുള്ളതാണ്. അപ്പോൾ ദൈവം ചാട്ടയടിച്ച് എന്നെ വിളക്കത്ത് ഭഗവാന്റെ കാൽച്ചോട്ടിൽ വരുത്താൻ വേണ്ടിയിട്ട്, നീ കാണുന്ന ഈ ലൗകികമെല്ലാം ഇത്ര വൾഗറാണ്, അവിടെ ഇത്രയും വൃത്തിയാണ്, നീ എൻ്റെ അടുത്ത് വാ, നിനക്ക് ചന്ദനത്തിൻ്റെ മണവും മുല്ലപ്പൂവിൻ്റെ മണവും ഉള്ള പടച്ചോറുമായിട്ട് നല്ല പൊന്നുപോലെ ജീവിക്കാമെന്ന് ദൈവം എന്നെ ഏറ്റെടുത്ത് മുല്ലയ്ക്കമ്മ വിളിച്ച് ഞാൻ പൂജയും പ്രാർത്ഥനയായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഇതിൽ എനിക്ക് ആരെയും കുറ്റപ്പെടുത്താനില്ല സത്യത്തിൽ. ഇതെല്ലാം പ്രകൃതി തരുന്നൊരു ശിക്ഷണമാണ്, അതിനെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. പക്ഷേ അന്നൊക്കെ നമ്മൾ അറ്റാക്ക് വരുന്ന രീതിയിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാമറമാന് സൂര്യപുത്രി എന്ന് പറഞ്ഞ സീരിയൽ തന്നെയാണ്. അതിൽ ഞാൻ അന്ന് വില്യം പേട്ട എന്ന് ഇന്നും എല്ലാവർക്കും അറിയാം, പ്രസിദ്ധമായ ഏഷ്യാനെറ്റിലെ ടോപ്പ് ഹിറ്റായിട്ടുള്ള സീരിയലാണ്. അതിൽ ഞാനാണ് നായകന് അപ്പം വരുന്നേ ഉള്ളൂ. ഞാനും ആ നായികയുമാണ്, ദേവയാനി എന്ന് പറഞ്ഞ കണ്ട നായികയും വില്യം പേട്ടയുമാണ് എൻ്റെ സെൻട്രൽ ക്യാരക്ടർ. അപ്പം അന്ന് കുറച്ച് കൊഴുത്തു ഉരുണ്ടും തവളും നെഞ്ചും ഒക്കെ ഉണ്ട്, ജിമ്മൊക്കെ ഉണ്ട്. ഇപ്പോഴും ഞാൻ കണ്ടില്ലേ, ഷർട്ട് ഈ ഒരു ബട്ടൺസ് ഇടത്തില്ല, ലൈഫിൽ ഇടാറില്ല. അന്ന് ഇവിടെയൊക്കെ ഇപ്പം ക്ഷീണിച്ചെങ്കിൽ അന്ന് ഇത്രയും ഉണ്ട്, ഇത് ഇങ്ങനെ ഇട്ടാൽ ഇവിടെ ഇങ്ങനെ ഉള്ളൂ. പിന്നെ അല്ല വില്ലൻ വേഷം ഞാൻ ടീഷർട്ടും ഷർട്ടും ജീൻസും ഷൂ ഒക്കെ ഇട്ട് നടക്കുമ്പോൾ ഫ്രീക്കായിട്ട് ഒരു ബട്ടൺസ് വിട്ടിട്ടാണ് ചെയ്യുന്നത്. ആ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇയാൾ ക്യാമറമാനും ഡയറക്ടറും ഇടയ്ക്കിടയ്ക്ക് മാറി മാറി പിണങ്ങി പോയും വേറെ ആൾക്കാർ വരും. ഞാൻ സ്റ്റഡിയായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നൊരു ക്യാമറമാനാണ്, ഡയറക്ടറാണ്. അപ്പോൾ ലൊക്കേഷനിൽ ഞാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പിള്ളേരൊക്കെ ചായയൊക്കെ തരും പ്രൊഡക്ഷനിൽ. അന്ന് പ്രൊഡക്ഷൻ പിള്ളേർക്കൊക്കെ ഒരുപാട് പണിയാണ്. ഇന്ന് കുറേ യൂണിയനൊക്കെ സ്ട്രോങ് ആയതുകൊണ്ട് കുറഞ്ഞു എന്ന് വെച്ചോളൂ. അന്ന് നല്ല അക്കോമഡേഷൻ കിട്ടത്തില്ല, നല്ല ആഹാരം കിട്ടത്തില്ല, ഉറക്കം കിട്ടത്തില്ല ഇവർക്കൊന്നും. അപ്പം നമുക്കത് അറിയാവുന്നവർ ഭയങ്കര വിഷമവും അവരോട് ഭയങ്കര അനുകമ്പയുമാണ്. തന്നെ കൊച്ചു നമ്മുടെ അനിയന്മാരുടെ പിള്ളേരൊക്കെയാണ് വരുന്നത്. നല്ല എഡ്യൂക്കേറ്റഡ് പിള്ളേരൊക്കെ നമുക്ക് ചായ തരാനും പാത്രം കഴുകാനൊക്കെ നിൽക്കുന്നത് ഓർക്കണം. അപ്പോൾ ഞാൻ അവരോട് വളരെ ബഹുമാനമായിട്ട് മര്യാദയ്ക്ക് പെരുമാറും. അപ്പോൾ ഒരു പയ്യൻ ഓടി വന്നു, അതുകൊണ്ട് ഇഷ്ടമാണ്. ഓടി വന്നിട്ട് ചായ തന്നു 6:30 ലൊക്കേഷൻ. അപ്പോൾ ഞാൻ നമസ്കാരം മോനെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ക്യാമറമാൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ചെന്നിട്ട് നമസ്കാരമൊക്കെ നമ്മൾ 7 കുലികളുടെ ഉത്തരവാണല്ലോ, അവരൊന്നും ഇങ്ങോട്ട് പൊങ്ങത്തില്ലല്ലോ കൈ. ഞാൻ നമസ്കാരം ചേട്ടൻ പറഞ്ഞപ്പോഴത്തേക്ക് മോഹൻ ചോദിച്ചു, അതിന് നിൻ്റെ നമസ്കാരം ആർക്ക് വേണം? അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, നമസ്കാരം എന്ന് പറഞ്ഞ ഒരു സംസ്കാരമാണ്. ഞാനൊക്കെ ബാലവികാസം മറ്റേ വേദ ക്ലാസ്സിലൊക്കെ പോയിട്ട് അച്ഛനെയും അമ്മയും രാവിലെ എഴുന്നേറ്റ് തൊട്ട് വേണം, ഭൂമിയെ തൊട്ട് വേണം എന്നൊക്കെ പഠിച്ചിട്ട് വന്നവനാണ്. അല്ലാതെ ഈ കള്ള് ഷാപ്പിൽ നിന്ന് വന്നിട്ട് കയറി അങ്ങോട്ട് നിരങ്ങി കാശ് കാണിക്കാനും തലയുണ്ടാക്കാനും വന്നതല്ലല്ലോ. അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു ഇവന് സംസ്കാരമില്ല ഇത്രയും. അപ്പോൾ അവന് മറുപടി പറഞ്ഞു, ഈ കണ്ടവനൊക്കെ നമസ്കാരം വേണ്ട എൻ്റെ അടുത്ത് നമസ്കാരം പറയണ്ടെന്ന് പറഞ്ഞു. ഞാൻ മിണ്ടാതെ പോയി. എനിക്കത് കേട്ടപ്പോൾ ഇന്നും ഞാനത് ഓർക്കുന്നുണ്ടെങ്കിൽ, ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു പെരുപ്പുണ്ടാവുമല്ലോ, എന്നിട്ട് ഇത് മനസ്സിൽ വെച്ചിട്ട് ഞാൻ അഭിനയിക്കാൻ പോവാണേ. ഇയാൾ അത് മനസ്സിൽ വെച്ചിട്ട് കാണിച്ചു കൂടിയ ഒരു സാഡിസം. ഇയാൾ ജന്മം ചെയ്താൽ കുറ്റം പറയുക. അപ്പം ഞാൻ വയലൻ്റ് ആകുന്ന സമയത്ത് ഗ്ലിസറിൻ എടുത്തിട്ട് കണ്ണിൽ വെക്കും. അപ്പോൾ ആ കണ്ണിങ്ങനെ തിളങ്ങി കണ്ണ് നിറഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് രൗദ്രവോ സെൻറ്റിമെൻറ്റ്സോ ഒക്കെ വർക്കൗട്ട് ആകാൻ നല്ല. പിന്നെ തളം കെട്ടി നിൽക്കണം. നമ്മൾ ഇങ്ങനെ സെൻറ്റിമെൻറ്റ്സ് ആകുമ്പോൾ ഒഴുകി വരുന്നതിനെക്കാട്ടിലും തളം കെട്ടി നിന്നിട്ട് ആ മിഡിൽ അതിങ്ങനെ ടക്കെന്ന് ഒഴുകുന്നതൊക്കെ ഭയങ്കര എഫക്റ്റാണ്. ഇത് ചെയ്യുമ്പോൾ ഇയാൾ ഉടനെ കമൻറ്റ്, നീ എന്തോ വില്ലനാണോ അതോ കരഞ്ഞോണ്ടൊക്കെയാണോ അഭിനയിക്കുന്നത്? നമ്മൾ ചെയ്യുമ്പോഴൊക്കെ ആക്ഷേപിക്കുക. ഞാൻ 1 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഇയാൾ ഇന്നലെ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഞാൻ ഈ ബട്ടൺസ് ഇടാതെ ഷോട്ട് എടുക്കത്തില്ലെന്നായി. അപ്പോൾ ഞാൻ 1 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ മാറണം എന്ന് ഇയാൾ ആവശ്യപ്പെടുന്നതൊക്കെ ഇതിൻ്റെ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. എനിക്കത് മാറ്റാൻ ബുദ്ധിമുട്ട്. മാറ്റിയാൽ തന്നെ ഇതിവിടെ നെഞ്ച് ഡബിളായിട്ട് ഇങ്ങനെ അത്ര നെഞ്ചുണ്ടെന്ന് വൃത്തികേട്. പിന്നെ എനിക്ക് ജന്മനാലേ ശീലമില്ല, ഞാൻ ഇതിട്ടിട്ടാ. ഇപ്പോഴും നിങ്ങൾ കണ്ടാലറിയാം ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. പക്ഷെ ഇത് ഇയാൾ വളച്ചെന്നെ അങ്ങനെ അടിമപ്പെടുത്തുകയാണല്ലോ എന്നും തോന്നുമ്പോൾ എഴുന്നേറ്റ് നിർത്താമെന്ന് പറഞ്ഞ് കുത്തിനെ പിടിച്ചിട്ട് ഒറ്റ അടം കൊടുത്തിട്ട് പോടാ എന്ന് പറയാം, അല്ലെ ഞാൻ ഇറങ്ങിപ്പോവാം. രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കണം. പക്ഷെ ആ ക്യാരക്ടർ, ആ അന്നം, ആ തൊഴിൽ കളയാൻ എനിക്ക് മനസ്സിലാതെ തൊഴിൽ ഭക്തി പ്ലസ് അന്ന് എനിക്ക് നല്ല പ്രാരാബ്ദമുണ്ട്. പെങ്ങൾ, പിള്ളേർ, അമ്മ, വാടക വീടൊക്കെ ഉണ്ട്. പിള്ളേർ 2 പേരും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു, ഞാൻ ഒറ്റയ്ക്ക്. അന്ന് കല്യാണമൊന്നും ആയിട്ടില്ല. ഈ 2500 ഉണുമ 3 മാസം, ഒരു വർഷത്തിൽ അല്ല ഒരു മാസത്തിൽ 3 ദിവസം കിട്ടും. അതിൽ നിന്ന് 15 കോസ്റ്റ്യൂമും എടുത്തിട്ട് 7,000 രൂപ കിട്ടിയാൽ ഒരു ദിവസം 10-20 സീൻ എടുക്കുമെന്ന് സീരിയലിൽ. വില്യം പേട്ട എന്ന് പറഞ്ഞാൽ കോടീശ്വരനാണ്. ഒന്നിട്ടിട്ട് വേറൊന്നും ഇടാൻ പറ്റില്ല. ജീൻസ് 3 എണ്ണം കൊണ്ട് ഒപ്പിക്കും. ഒരു 30 ടീഷർട്ട് എടുക്കണം ഒരു ദിവസം. ഈ 2500 ഉണമയാണത്. ഇത് ഇവർക്ക് വലിയ കാര്യമാണ്. ഇതും കൊണ്ട് ഞാനിവിടെ വന്നിട്ട് അന്ന് 3000 രൂപ വാടക കൊടുക്കണം. ഈ പിള്ളേർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നു. അമ്മയ്ക്ക് 1500-2000 രൂപ അന്നത്തെ കാലത്ത് മരുന്ന് വേണം.
ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഇവർ തന്ന കാശ് കൊണ്ടൊന്നും അല്ല. മുല്ലക്കെല്ലാം എന്നെ ഏറ്റെടുത്ത് ദൈവം തന്നതാണ്. എനിക്ക് വേറൊരു ബിസിനസ് പോലെ ബാങ്ക് ബാലൻസിലോ ഒന്നുമില്ല. അപ്പോൾ ഇയാളത് പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് കൊടുത്തു, ഒരു ഷണ്ണനെ പോലെ, ഒരു പെണ്ണാച്ചിയെ പോലെ നിന്ന് കൊടുത്തിട്ട് എനിക്ക് അറ്റാക്ക് വരുന്ന പോലെ ആയപ്പോൾ ഞാൻ ബ്രേക്ക് പറഞ്ഞു. 1 മണിക്കൂർ അതിങ്ങനെ ഇട്ട് ഹറാസ് ചെയ്തിട്ട് ഞാൻ ബ്രേക്ക് പറഞ്ഞിട്ട് കുറേ നേരം അപ്പുറത്ത് മാറിയിരുന്നു. ഈ ഡയറക്ടർ അതിന് താളം തുള്ളി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കാരണം ഈ ഡയറക്ടറും ക്യാമറമാനും അന്ന് പുതിയതായിട്ട് വന്നവരാ. അപ്പോൾ ഞാൻ അറ്റാക്ക് വരുന്ന പോലെ ആയിട്ട് BP കൂടിയിട്ട് എനിക്ക് ഇട്ടിട്ട് പോകണമെന്നുകൊണ്ട് പോകാൻ പാടില്ലെന്നുണ്ട്. പക്ഷെ നമ്മളൊന്നുമല്ലാത്തൊരവസ്ഥയില്ലേ? അങ്ങനെ എത്ര എക്സ്പീരിയൻസ്. സെപ്റ്റി ടാങ്കിൽ ഇറങ്ങി ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന ഇത്രയും ഇതിനെക്കാട്ടും വലിയ അന്തസ്സല്ലേ എന്ന് ഞാൻ ഇപ്പോൾ പറയും, എന്നും പറയും. എൻ്റെ എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എത്ര വലിയ സ്വർണ്ണ സിംഹാസനമാണെങ്കിലും പോകില്ലെന്ന് വെക്കാനായിട്ട് എത്ര നിമിഷം വേണം? എന്നെ സംബന്ധിച്ച് കഴിവില്ലാഞ്ഞിട്ടല്ല. ഞാൻ മൊടന്തനും മുഖത്ത് കുത്തിയ ഭാവം വരാത്ത ഒരാളല്ലെന്ന് എനിക്ക് അവസരം തന്ന എല്ലാ ഗുരുക്കന്മാർക്കും അറിയാം. അത് ഇപ്പോഴും അവരൊക്കെ ജീവനോടുള്ള ഫാസറുണ്ട്, റാഫിസറുണ്ട്, എല്ലാവരും ഉണ്ട്. ചോദിച്ചോളൂ. ഞാൻ ഒരൊറ്റ ടേക്കിൽ ഈ 25 വർഷം കഴിഞ്ഞു ഒരൊറ്റ ടേക്കിൽ ഓക്കെ ആക്കിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. അതെനിക്ക് അന്തസ്സോടെ പറയാം. അല്ലെന്ന് ഏതെങ്കിലും ഒരു സംവിധാനം പറ്റേ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് റീടേക്ക് എടുത്തുന്ന ഒരാൾ പറയട്ടെ. മിടുക്കെന്നല്ല പറയുക. ഓർക്കണം, ഡയലോഗ് ഞാൻ സീരിയലിൽ അഭിനയിക്കാൻ പോയാൽ ആദ്യമൊക്കെ ചില ഡയറക്ടർ മാത്രം ഇതാണ് എടുക്കാൻ പോകുന്നതെന്ന് പറയും. ചിലർ അതില്ല. നമുക്കൊന്ന് മൂത്രമൊഴിക്കാനുള്ള സമയം പോലും ഉണ്ട്, 2 സീൻ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മുള്ളാൻ പോലും അനുവദിക്കില്ല. അത്രയ്ക്ക് എടുക്കുമ്പോൾ ഞാൻ പിന്നെ വായിക്കൽ നിർത്തി, പഠിക്കൽ നിർത്തി. ഇമോഷണൽ ആയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യേണ്ടി വന്നാൽ മാത്രം എൻ്റെ അടുത്ത് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചു വിട്ടാൽ ഞാൻ ഫോളോ ചെയ്തോളാം എന്ന് പറയും. ഒരു 50 പേജുള്ള സാധനം അസോസിയേറ്റ് വന്ന് പേജ് തുറന്ന് ആക്ഷൻ പറയുമ്പോൾ ഇദ്ദേഹം വായിക്കുന്ന ആ വായിക്കകത്ത് കയറി ക്യാമറ, ലൈറ്റ്, ആർട്ടിസ്റ്റുകൾ, ലുക്ക്, പിന്നെ റൂട്ട് മാപ്പ് ഉണ്ടാവും. ഇവിടുന്ന് അവിടെ പോകണം, ഇവിടുന്ന് ഇവിടെ വരണമെന്നൊക്കെ ഉണ്ടാവും. ഇത് ഷാഡോ വീഴരുത്. ഇത്രയും ശ്രദ്ധിച്ചുകൊണ്ട് ഈ 50 പേജും ഒരൊറ്റ ഷോട്ടിൽ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആക്കണമെങ്കിൽ അത് ദൈവം എനിക്ക് അറിഞ്ഞു തന്നിട്ടുള്ള കഴിവ് തന്നെയാണെന്നേ. അതുകൊണ്ടാണ് അവിടെ ഈ ബിജു ജോർജ് സാറ് ഡിസ്കഷനിൽ എൻ്റെ പേര് വന്നതും വിളിച്ചതും ഒക്കെ. കഴിവില്ലാത്തതുകൊണ്ട് വീട്ടിൽ വന്നിരിക്കുന്ന അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്നെ അർപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ, കുറേ വ്യക്തിത്വങ്ങൾ, അത് നമുക്ക് അത് പക്ഷേ അതിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്ന അതൊക്കെ ആ തീട്ടക്കുഴിയിൽ നിന്ന് എനിക്ക് ഇവിടെ വിളക്കത്ത് വന്നിരിക്കാൻ പറ്റിയല്ലോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ആ അഗ്ലിയെ, ആ വൃത്തികെട്ടിനെ, ആ വൃത്തികെട്ട വാക്ക് ഉപയോഗിച്ച് പറയാനേ പറ്റുള്ളൂ. കാരണം എൻ്റെ അടുത്ത് കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ കണ്ടിട്ട് ആൾ പറഞ്ഞു, മൂത്രം അങ്ങനെയൊന്നും പറയരുത്. അതെന്താണ്? പിന്നെ പനിനീരെന്ന് പറയാൻ പറ്റുമോ? അക്ഷരങ്ങൾക്കൊക്കെ എന്താണ് അയിത്തവും ഭ്രഷ്ടും? നമ്മളെന്താണ് പഠിച്ചത്? ഇപ്പോഴല്ലേ ടോയ്ലറ്റൊക്കെ വന്നത്. അതിനു മുമ്പ് പറമ്പിലായിരുന്നല്ലോ. ഞങ്ങളൊക്കെ കൊച്ചിയിൽ അതും കണ്ടിട്ടുണ്ട്. ഇപ്പോഴും പലയിടത്തും പറമ്പാ. അപ്പൊ ഈ അക്ഷരങ്ങൾക്കും നിറങ്ങൾക്കും ഒക്കെ അയിത്തവും ഭ്രഷ്ടമൊക്കെ കൽപ്പിക്കുന്നിടത്തൊന്നും ഞാനില്ല. മനസ്സിലായില്ലേ? എനിക്ക് ഞാൻ പഠിച്ചത് അതിന് അർത്ഥമുണ്ട്, അത് പറയുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പൗഡർ ഇട്ട് പറയാം. പക്ഷെ ചില വാക്കുകൾ അറപ്പുളവാക്കുന്ന അറയ്ക്കണമെങ്കിൽ, കേൾക്കുന്നവർക്ക് അറപ്പ് തോന്നണമെങ്കിൽ എൻ്റെ മനസ്സിലുള്ള അറപ്പ് പുറത്ത് ആ അറയ്ക്കുന്ന വാക്കിലൂടെ പറഞ്ഞാലേ അറിയുള്ളൂ. തീർച്ചയായും അങ്ങനെ അറിയുള്ളൂ. അതുകൊണ്ട് പറയുന്ന എനിക്കിപ്പോഴും അത് പറയുമ്പോൾ ഒരു ചുരുക്ക് വരുന്നില്ലേ? 20 വർഷം കഴിഞ്ഞില്ലേ? ജീവിതകാലം മുഴുവൻ എൻ്റെ മനസ്സിനകത്ത് അടിച്ചു വെച്ച വൃത്തികേടുകളല്ലേ ഇതൊക്കെ. അന്ന് നെഞ്ച് പൊട്ടാഞ്ഞത് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ഒരാളവിടെ സപ്പോർട്ട് ചെയ്യാനില്ല. ഞാൻ ഒരാൾ ചെയ്യേണ്ടത് അവൻ്റെ കുറ്റമൊക്കെ അടിച്ചിട്ട് പോടാ താ മോനെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഇറങ്ങി പോയാൽ മതി. ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എൻ്റെ വീക്ക്നെസ് എന്താണ്? എൻ്റെ പ്രാരാബ്ധം, എൻ്റെ കുടുംബം, എൻ്റെ കുടുംബധർമ്മം. എല്ലാവരും അങ്ങനെ കുടുംബം നോക്കുന്നില്ല. കിട്ടുന്നതിൻ്റെ വീതം വീട്ടിൽ കൊടുത്തിട്ട് പോകുന്നവരാണ് ഞാൻ, അല്ലേ? ശരിക്കും പ്രാരാബ്ധത്തിൻ്റെ ആ ഒരു സമയത്തായിരിക്കും കൂടുതൽ അഭിനയത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ ഈ അഭിനയത്തിൽ നിന്ന് തക്കതായ ഒരു പ്രതിഫലവും കിട്ടിയിട്ടില്ല. ഒരുപാട് പേര് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ ചേട്ടനെ? അത് എന്താ അറിയോ, ഒരു ഉദാഹരണം പറയാം. ഇനി വേണമെങ്കിൽ ഞാൻ പേരും പറയും. ഇപ്പോഴും ഉണ്ട് ഫൈറ്റ് മാസ്റ്ററായിട്ട് അഷറഫ് ഗുരുക്കൾ. ഇപ്പോൾ ന്യൂജൻ ഫിലിമൊക്കെ ഫൈറ്റ് മാസ്റ്ററാണ്. പണ്ട് അദ്ദേഹം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്ന. അപ്പോൾ അവരൊക്കെ അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ, എക്സിക്യൂട്ടീവ് മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷണത്തിൽ വന്ന കറക്റ്റ് ചിട്ടവട്ടങ്ങളൊക്കെയാണ്. ടൈം ടു ടൈമാണ്. ഇപ്പോൾ ഉള്ളവരെ പോലൊന്നും അല്ല. മനസ്സിലായില്ല? അപ്പോൾ 6 മണിക്ക് ആർട്ടിസ്റ്റ് കവിരാജ് വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ പുള്ളി 4 മണിക്ക് എഴുന്നേറ്റ് 5:30 എൻ്റെ മുറിയുടെ വാതിൽപ്പം തട്ടി എന്നെ കുളിപ്പിച്ച് വണ്ടി കയറ്റി ഡയറക്ടർ പറയുന്ന സ്പോട്ടിൽ കൊണ്ട് എത്തിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഇല്ല. അത് അവരിലേക്കേ ഉള്ളൂ. അങ്ങനത്തെ ആൾക്കാരാണ്. അദ്ദേഹം കല്യാണരാമനിലേക്ക് എന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ സിനിമയിൽ വന്ന സമയമാണ്. അപ്പോൾ ഞാൻ ശങ്കർ വാളത്തുങ്കലിൻ്റെ സാറിൻ്റെ സൂര്യ ടി വിയിൽ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് ഞാൻ എൻ്റർ ആയി വരുന്നേ ഉള്ളൂ. സീരിയലിൽ അന്ന് കുറെ കൂടെ പുള്ളി കുറച്ചുകൂടെ സ്ലോയിൽ വിശദമായിട്ട് എടുക്കുന്ന ആളും കൂടിയാണ്. ഇന്നത്തെ അത്ര ഫാസ്റ്റ് ആയിട്ടില്ല. പെർഫെക്ഷൻ കൂടുതലാണ് അന്ന് നോക്കുന്നത്. അപ്പോൾ രാത്രി 11 മണിക്ക് വണ്ടി, 10:45 ഷൂട്ട് തീർന്നിട്ടില്ല. അടുത്ത എപ്പിസോഡ് നാളെ പോകേണ്ടതാണ്. കാസറ്റ് വാങ്ങിക്കുക, ഒരാൾ റിലേ പോലെ നിൽക്കുക.
സിനിമയെ പോലല്ലല്ലോ സീരിയല്. ഇദ്ദേഹം വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞത് എനിക്ക് അഷ്റഫ് ഖുർഖ ആരാന്ന് അറിയില്ല, ഫോണിൽ കൂടെയാണ് ഞാൻ ഇന്ന മാനേജറാന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് വരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു, വെച്ചു. ആ സമയത്ത് യദുകൃഷ്ണൻ, ശരത് എന്നൊക്കെ ഞങ്ങളുടെ ആ ഒരു ഏജിലുള്ളവരെയൊക്കെ ആ കഥ കേൾക്കുന്ന മൂവ്മെന്റിലേക്ക് ക്ഷണിച്ചു. അവർക്കൊക്കെ ബിസി ആയിരുന്നു, ഒന്നും ആയിരിക്കണം. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം വിളിച്ചില്ല, അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് വിളിച്ചു. ഷാഫി സാർ മരണപ്പെട്ടു പോയല്ലോ, ഷാഫി സാറായിരുന്നു ഡയറക്ടർ. ഷാഫി സാർ പറഞ്ഞു അവനെ തന്നെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചപ്പോഴത്തേക്ക് അഷ്റഫ് ഗുരുക്കൾ സാറിന്റെ അസിസ്റ്റന്റാണ് വിളിക്കുന്നത്. അത് അഷ്റഫ് ഗുരുക്കൾ സാർ അറിഞ്ഞു ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞാൻ അഷ്റഫ് വിളിക്കാന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ ഫ്രീ ആയി, എന്നെ 11 മണിക്ക് വിടാന്ന് ഡയറക്ടർ പറഞ്ഞു. അങ്ങനെ 10:45 ഷോട്ട് കട്ട് ചെയ്തിട്ട് എന്നെയും കൊണ്ട് ഓടി ആ മറ്റേ ട്രാവലർ ഉണ്ടല്ലോ, മറ്റേ ട്രാവലർ അല്ല മറ്റേ AC ബസ് നിൽക്കുന്നിടത്ത് പറത്തി വിട്ട് നമുക്ക് സമാധാനമേ ഇല്ല. എന്നാൽ വലിയ ബിസി ആർട്ടിസ്റ്റ് ഒന്നുമല്ല, നമ്മൾ എടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. വെള്ളം കുടിക്കാൻ പറ്റില്ല, തിന്നാൻ പറ്റത്തില്ല, ഉറങ്ങാൻ പറ്റില്ല. കയറി വെളുപ്പിനെ പരപരാ എടുത്ത് ക്യാമറ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഓൾ ആർട്ടിസ്റ്റ്, ഓൾ ക്രൂ അവിടെ ഉണ്ട്. ഞാൻ ചെന്ന് ഇറങ്ങുന്നു, ഓടി ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞ് ഞാൻ ചെന്ന് കൈകാലും പോകാൻ മാത്രം ഇട്ട ടീഷർട്ടൊക്കെ തന്നെ ഇട്ടിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഷാഫ് സാറ് അതിന് മുമ്പ് തെങ്കാശിപട്ടണം ചെയ്തിട്ടുണ്ട്, പരിചയമുണ്ട്. അപ്പോൾ നിനക്ക് ആദ്യം വിളിച്ചപ്പോൾ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ ഒരക്ഷരം മാറുമ്പോൾ അതിൻ്റെ അർത്ഥം മാറുമല്ലോ. പ്രത്യേകിച്ച് ഇവർ ഇടുങ്ങി ചിന്തിക്കുന്നവരാണ് കൂടുതലും ഇതിനകത്ത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ ഇതിനകത്തും ഇവരുടെ പുറത്തുള്ള കുറച്ച് വലയങ്ങളുടെയും മാത്രം വലയം ജൈവിളിയും സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ മാത്രമുള്ള ഒരു ലോകത്ത് അവർക്ക് പുറത്തിറങ്ങി നമ്മളെപ്പോലെ നടന്നുള്ള ശീലമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വരാൻ പറ്റത്തില്ല ഒന്ന് സാറിന് പറഞ്ഞിരുന്നു പറഞ്ഞത്, അവന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറയുമല്ലോ. എന്നെ പൗഡർ ഇടേണ്ട കാര്യം അഷ്റഫ് ഖുർഖ സാറിനില്ല. അപ്പോൾ കേട്ട മാത്രമല്ല എടാ ഇപ്പം 2 തെങ്കാശിപട്ടണം കഴിഞ്ഞ് ഒന്ന് പോയതേ ഉള്ളൂ, അപ്പോഴത്തേക്കും ജാടയായോ എന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷെ ക്ലിയർ ചെയ്യാൻ അദ്ദേഹത്തിന് തോന്നിയത് എൻ്റെ ഭാഗ്യം. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞില്ലേക്കാ, ഞാനത് ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അഭിനയിച്ചു 2 ദിവസം. അപ്പോൾ 2 ദിവസം അഭിനയിക്കുമ്പോൾ അന്ന് ഒരു ദിവസം ഒരു എന്നെ പോലെ ഡയലോഗ് പറഞ്ഞ് ചെയ്യുന്ന ഒരാൾക്ക് 10,000 രൂപ തരും. അത് ലാൽ സാർ തന്നിട്ടുണ്ട്, വേറെ ഒരു മനുഷ്യൻ തന്നിട്ടില്ല. തെങ്കാശിപട്ടണത്തിൽ തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മാസം എൻ്റെ പ്രാരാബ്ദം വെച്ച് നോക്കുമ്പോൾ മാസം ഒരു പടം ഇതുപോലെ കിട്ടിയാൽ പോലും ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും കുടുംബം കൊണ്ടുപോകുമോ എന്ന് വിചാരിച്ചു പോയി. കാരണം എല്ലാവരും 500 രൂപ കൂടി തന്നിട്ടില്ല, അല്ലെങ്കിൽ 2,000 രൂപ അതിൽ കൂടി തന്നിട്ടില്ല. ഒരു മാസം മീശമാല 1.5 മാസം വർക്ക് ചെയ്തിട്ട് പൊള്ളാച്ചി കടന്ന് പൊരിഞ്ഞ വെയിലത്ത് കടന്ന് ആടി ഒലച്ചിട്ട് 200 രൂപ വണ്ടിക്കൂലി നമ്മുടെ ഇപ്പോഴുണ്ട് മഹാ സുബൈർ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറുണ്ട് ഇപ്പോഴും. അദ്ദേഹം 200 രൂപ നുള്ളിപ്പെറുക്കി വണ്ടിക്കൂലി പൊള്ളാച്ചി ആലപ്പുഴ വരയ്ക്ക് തന്നിട്ട് 5,000 രൂപയുടെ ചെക്ക് എഴുതി തന്നു. പടം ടെക്നിക്കൽ വർക്കൊക്കെ ഇന്നത്തെ പോലെ സ്പോട്ടിലല്ല, എല്ലാം കഴിഞ്ഞ് റിലീസായി കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞ് ചെക്ക് മാറുന്ന 5,000 രൂപയുടെ. അതാണ് നമ്മുടെ സമ്പാദ്യം വന്ന് തരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇദ്ദേഹം ഈ കല്യാണരാമൻ്റെ വർക്ക് കഴിഞ്ഞു, ഞാൻ വരുമ്പോൾ എൻ്റെ 2,500 രൂപ എടുത്തു. അപ്പോൾ എനിക്കറിയാം ഒരു 20,000 രൂപയെങ്കിലും കിട്ടണം. 2,500 തന്നുള്ളൂ. ചോദിക്കാം, അല്ലെങ്കിൽ പരാതി ലാൽ സാറിൻ്റെ പറയാം. കാരണം ലാൽ സാറ് തെങ്കാശിപട്ടണത്തിലേക്ക് അഭിനയിക്കുമ്പോൾ എനിക്ക് തന്നത് എനിക്കറിയാവുന്നതാണല്ലോ. ഞാനത് വാങ്ങിച്ചു. അഷ്റഫ് ഖുർഖലിനെ ഞാൻ അവിടെ കണ്ടില്ല. ചെന്നുടനെ ഹർബറിയായിട്ട് ഷൂട്ട് പിന്നെ ഇങ്ങ് വരികയല്ലേ. അപ്പോൾ അത് ആരാന്ന് എനിക്ക് അറിയില്ലല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നലെ നിന്നെ വിളിച്ചത് പറയണ്ടേ. കാരണം എൻ്റെ മുഖം കണ്ടാൽ അദ്ദേഹത്തിന് അറിയാൻ ഞാൻ 2 പടത്തിൽ കണ്ടു, അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത് ഇവർ ഉൾക്കൊള്ളത്തില്ലല്ലോ. ഞാൻ അടുത്ത വണ്ടി കയറി വന്നു. അന്ന് ചോദിക്കാനുള്ള ഇതില്ല, കാരണം ചോദിച്ചാൽ അടുത്ത ആൾ വിളിക്കത്തില്ല, പ്രശ്നമാണല്ലോ. പക്ഷേ ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചിപ്പി രഞ്ജിത്തേട്ടൻ്റെ സീരിയൽ കൺട്രോളറായിട്ട് അവിടെ വന്നു. ഇവിടുത്തെ എന്തോ ഒരു ചെറിയ തട്ടുകേടിൽ അവിടെ വന്നതായിരിക്കണം, അല്ലെങ്കിൽ സീരിയലിൽ വരത്തില്ലല്ലോ. വന്നപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് പുള്ളി 5 മണിക്ക് വരും, എന്നെ വിളിക്കും. ഞങ്ങൾ കുറേ ചെറുപ്പക്കാർ പുതിയ ആർട്ടിസ്റ്റുകൾ വേറെയുണ്ട്, ഞാൻ മാത്രം കറക്റ്റായിട്ട് ഇറങ്ങും. എന്നോട് ഭയങ്കര ഇഷ്ടം, ബഹുമാനം, അങ്ങനെ. കാരണം ഞാൻ പഞ്ച്വലായിട്ട് കറക്റ്റായിട്ട് പോകുന്നു. ഇതെല്ലാം ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് കുമ്പസരിച്ചാണ്, എടാ കല്യാണരാമനിൽ നിന്നെ ഞാനാണ് ആദ്യം വിളിച്ചത്, അന്ന് നീ വരത്തില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ അവിടെ വന്ന് ഇറങ്ങി, എന്നെ മൈൻഡ് ചെയ്യാതെ നീ പോയി. അപ്പോഴത്തേക്ക് ഞാൻ നിനക്ക് 10,000 രൂപ കൊടുക്കാൻ പറഞ്ഞിട്ട് 2,500 കൊടുത്താൽ മതി എന്നും പറഞ്ഞ് ഞാനാണത് കുറപ്പിച്ചത്. പിന്നെ അവിടെ അന്ന് പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡക്ഷനിൽ പിള്ളേർ 2 പോക്കറ്റിൽ 2 കുപ്പി വെള്ളം വെച്ച് നടക്കും. ഒന്ന് പൈപ്പ് വെള്ളവും ഒന്ന് മിനറൽ വാട്ടറൊക്കെ അന്ന് അപൂർവമാണല്ലോ. അപ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ളവർക്കൊക്കെ ഈ പൈപ്പ് വെള്ളം കൊടുക്കാവുന്ന നിർദ്ദേശമുണ്ട്. ബോട്ടിലെല്ലാം ഒന്നാ, ഇവരെല്ലാം കുടിച്ചുകൊള്ളും ആഴ്ച നിൽക്കുമ്പോൾ. ആർട്ടിസ്റ്റുകൾക്ക് മിനറലേ കൊടുക്കാവുന്നുണ്ട്. ഇദ്ദേഹം അവൻ്റെ അടുത്ത് പറഞ്ഞു വിട്ട് കവിരാജിന് പൈപ്പ് വെള്ളമേ കൊടുക്കാവുന്നു, മനസ്സിലായില്ലേ? പക്ഷേ എനിക്കെന്ത് പൈപ്പ്, എനിക്കെന്ത് മിനറൽ, ഞാൻ ഇന്നും പൈപ്പ് വെള്ളം കുടിക്കുന്നത്. ഇവർ തിളപ്പിച്ചാറി കുടിക്കും, ഇന്നും ഞാൻ പൈപ്പ് വെള്ളം കുടിക്കുന്നത്. പൈപ്പിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് കുടിക്കും. പക്ഷെ എനിക്കതില്ല. പക്ഷെ ഞാനറിയാതെ അവർ ആനന്ദിക്കുന്നു, എന്നെ എന്തോ പീഡിപ്പിച്ച മതി, എൻ്റെ കാശ് കുറച്ചതിലും എന്നെ പൈപ്പ് വെള്ളം കുടിപ്പിച്ചാലും അവർ സന്തോഷിക്കുന്നു. പക്ഷെ ഞാൻ അതിനെ അറിഞ്ഞിട്ടും അതിന് പരാതിയില്ലാതെ സന്തോഷമായിട്ട് വരുന്നുവെങ്കിൽ അതെൻ്റെ ക്വാളിറ്റിയാണ്.
പക്ഷേ എൻ്റെ മുമ്പിൽ വന്ന് കുമ്പസരിക്കാനുള്ള ഒരു അവസരം ദൈവം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇതല്ല ഒരുപാടുണ്ട്, പറഞ്ഞാൽ ഇവിടെ തീരത്തില്ല. ഒരുപാട് കേമന്മാര് മുട്ടുകുത്തിയതും വന്നതും പറഞ്ഞതും ഒക്കെ ഉണ്ട്, തിരുത്തിയതും ഒക്കെ ഉണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ അത് പ്രകൃതിയല്ല നമ്മൾ വിതയ്ക്കുന്നത് കൊയ്യും. ഒരു കാരണം ഞാൻ എല്ലാവരുടെയും പറയും, ആരുടെയും അന്നം മുടക്കാതിരിക്കുക, ആരെയും സഹായിക്കണ്ട, ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് മിനിമം ചെയ്യുക. ഏറ്റവും കൊടിയ പാപം എന്ന് പറഞ്ഞാൽ, എനിക്ക് ലോകരോട് പറയാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൊടിയ പാപം എന്ന് പറയുന്നത് പരപീഡ, പരനിന്ദ, പരദൂഷണം, പരോപദ്രവം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിളക്കം വയ്ക്കേണ്ട അമ്പലത്തിന് വേണ്ട സ്വാമിയാണ്ട് സന്യാസിയാകണ്ട, വേറൊരു ജീവിയെ, ഒരു ചെടി കൊടികളെ, ഒരു എറുമ്പിനെ പോലും ഉപദ്രവിക്കാനുള്ള മനസ്സില്ലാതിരുന്നാൽ, ഈ പറഞ്ഞ പോലെ ജാതി മതവും കൂടെ തലയ്ക്കകത്ത് കയറാതിരുന്നാൽ നിങ്ങളാണ് ഏറ്റവും ഉത്തമമായ മനുഷ്യർ. അതെ. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ തെങ്കാശി പട്ടണം പറഞ്ഞു, കല്യാണരാമൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് ഇപ്പം ഏത് വിഷു വന്നാലും നമ്മൾ ഇപ്പോഴും ആ മീശമാധവനിലെ കണി മാറ്റി കണ്ടിട്ടില്ല. എപ്പോഴും ആ ഒരു സീനിൽ നമ്മൾ ചേട്ടനെ കണ്ടുകൊണ്ടിരിക്കുക. ഇത്ര നാളായിട്ടും ആ സീനും ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു, ഇപ്പോഴും വിഷുവിന് അത് തന്നെ റീകോൾ ചെയ്യുന്നു. അതൊക്കെ കാണുമ്പോൾ സന്തോഷം വരാറുണ്ടോ? എൻ്റെ ബാക്ക് കണ്ടിട്ട് എനിക്ക് എന്ത് സന്തോഷം തോന്നാനാ. തന്നെയല്ല, അത് അങ്ങനെ ഒരു ജനറേഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക മീഡിയാസും അതാണല്ലോ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ നോക്കിക്കോളൂ, നല്ലതിനെ അങ്ങോട്ട് കൊടുത്താൽ ഉൾട്ട അടിച്ചൊരു തമന്നയെ വിട്ട് ആൾക്കാരെ തുറന്നു നോക്കിക്കാൻ പ്രേരിപ്പിച്ചിട്ട് അതിനെ വക്രീകരിച്ച് എന്തെല്ലാം ഗുലുമാൽ ഉണ്ടാക്കാവോ അത് തന്നെയാണ് ഇവിടുത്തെ ചർച്ചകളും ഡിസ്കഷനും ഒക്കെ. അതാണ് ലോകത്ത്. ഇവിടെ വേറെ വലിയ പ്രശ്നങ്ങൾ അവനവൻ്റെ വീട്ടിലുണ്ട്, അവനവൻ്റെ കുടുംബത്തുണ്ട്. സ്വന്തമായിട്ട് ശുദ്ധീകരിക്കാനായിട്ട് ഒരു ജന്മം കിട്ടിയാൽ പറ്റാത്തപ്പോൾ അടുത്തവൻ്റെ പ്രശ്നം പറയാൻ നമുക്ക് ഇവിടെ നേരം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങളിപ്പോൾ ഈ ഇടുന്ന ഇൻ്റർവ്യൂവിൻ്റെ താഴെ എത്ര എണ്ണം വരുമെന്ന് അറിയാം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു, ഓ തള്ളു അല്ലെ ഉള്ളു എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ? അവനവനും അവനവൻ്റെ വീട്ടിലെ ഉള്ളിയുടെ വില അറിയില്ല, ഉപ്പിൻ്റെ വില അറിയില്ല, അവനവൻ്റെ വീട്ടിലേക്ക് വാങ്ങിയ റേഷൻ കട എവിടെയെന്ന് അറിയില്ല. കുറ്റം പറയാനായിട്ടൊട്ട് നേരമില്ല, കണ്ടെത്താനായിട്ട് ഒരു മടിയില്ല താനും. അത് നേരത്തെ പറഞ്ഞ പരോപദ്രവവും നമുക്ക് ആവശ്യമില്ലാത്തൊരു തലയിടാതിരിക്കുക, പറയാതിരിക്കുക, ഇഷ്ടമല്ലെങ്കിൽ മാറ്റിയിട്ട് പോവുക. അതിനുള്ള ഓപ്ഷൻ വരെ ഇതിനകത്തുണ്ടല്ലോ. എന്തെല്ലാം ഉണ്ട് ഇതിനകത്ത്. സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ടോ ഇപ്പോ? ഞാനിപ്പോഴും ഇവളുടെ സഹായത്തിൽ, ഇവക്കും അത്ര അല്ല, ഇവക്കും അത്ര അറിയില്ലെങ്കിലും ഇവളുടെ സഹായത്തിലാണ് ഗൂഗിൾ പേ പോലും ചെയ്യുന്നത്. അതെ അല്ലേ. ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ പണ്ടത്തെ ആ സിൽക്കി ഹെയർ ഒക്കെ ഇട്ട് പണ്ടത്തെ ഒരു ഫോട്ടോയാണ് ഞാൻ അതിന്റെ DP ആയിട്ട് കണ്ടത്. സിൽക്കൊക്കെ പോയി. സിൽക്ക് അത് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? അപ്പൊ അതൊക്കെ ആ ഒരു ഫോട്ടോ ഒക്കെ തന്നെ. അപ്പൊ ഞാൻ വിചാരിച്ചത് ഒന്നും അപ്ഡേറ്റ് ചെയ്യാത്തത് ഒട്ടും ആക്റ്റീവ് അല്ല. ഞാൻ ആക്റ്റീവ് അല്ല, മുടി പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത് എങ്ങനെ കെട്ടിച്ചൊക്കെ കുറച്ച് ആക്റ്റീവ് അല്ലാത്തതെന്ന് വെച്ചാല്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മോളോട് പറഞ്ഞ പോലെ, ഞാനൊരു പഴഞ്ചൻ എന്ന് പറയാൻ പറ്റില്ല. എന്നിലൊരു പഴമയുണ്ട്. ഞാൻ അത് കണ്ടു വളർന്നത് കൊണ്ടും അതിൻ്റെ മഹത്വം അറിയാവുന്നത് കൊണ്ടും. നമ്മൾ കറണ്ട് ഇല്ലാത്ത കാലത്ത് ജീവിച്ചിട്ടുണ്ട്, കറണ്ട് വന്നപ്പോൾ ജീവിച്ചിട്ടുണ്ട്, TV ഇല്ലാതെ മൊബൈൽ ഇല്ലാതെ ജീവിച്ചിട്ടാണ് ഇതിലൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ അവസ്ഥ തുലനം ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതിൻ്റെ ഗുണവും ഇതിൻ്റെ ദോഷവും. ഇതിനും ഗുണമുണ്ട്, ആ ഗുണത്തിലേക്ക് ആരും പോകുന്നില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ വേവലാതി. അപ്പോൾ കയ്യിലൊരു അണുബോംബ് കയ്യിൽ കൊച്ചു പിള്ളേർക്ക് വരെ കൊടുത്തു വെച്ച് ഏത് നിമിഷവും പൊട്ടാം, ഏത് നിമിഷവും കുത്തിച്ചാകാം, ഏത് നിമിഷവും കുത്തിക്കൊല്ലാം. അതിനുള്ളതെല്ലാം ഇതിനകത്തുണ്ട്. അതൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നു, അറിയുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് ലിമിറ്റേഷൻ വെക്കേണ്ട അവനവൻ്റെ വീട്ടിൽ അവനവൻ്റെ രക്ഷകർത്താക്കൾ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് വൈഫിന് കസിൻസൊക്കെ വേണമെങ്കിൽ ഉപയോഗിച്ച ഫോണും ഇഷ്ടമായുണ്ട്, പുതിയത് 50,000 വാങ്ങിച്ചു കൊടുക്കാൻ ആളുണ്ട്. ഈ ഓൺലൈൻ ക്ലാസ് വരുന്നതിനും വരെ 12 വർഷം വരെ എൻ്റെ ഫോണാണ് ഈ വീട്ടിന് നടുക്കിരിക്കും. അവൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം, എനിക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം. ഒറ്റ ഫോണിലാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. മോനും നിർദ്ദേശമുണ്ട്, ഫോൺ ആവശ്യമില്ലാതെ എടുക്കരുത്, തുടരുത്, വേണ്ട. എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അവിടെ എന്തെങ്കിലും വേറെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്, മോൻ ഇതിനകത്ത് ഓണാക്കി വെച്ച് കൊടുക്കും, കാണും. അവൻ്റെ പഠിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ ഓണാക്കിയിട്ട് വെച്ചിട്ട് അവൻ എഴുതും. ഇത്രയേ ഉള്ളൂ. അത് വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് എത്ര പേര് മൊബൈലിലൂടെ ട്രാപ്പിൽ പെട്ട് കൊച്ചു കുട്ടികൾ ട്രാപ്പിൽ പെട്ട് നശിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു, സ്വയം ചാവുന്നു, കുത്തിക്കൊല്ലുന്നു, അച്ഛനും അമ്മയും കൊല്ലാനൊക്കെ ഇതിനകത്തല്ലേ പഠിക്കുന്നത്. നല്ലതുണ്ട്, ആര് പഠിക്കുന്നു. അപ്പം നമുക്ക് ലിമിറ്റ് വെക്കാമല്ലോ, ഒരു ലിമിറ്റേഷൻസ് വെക്കാമല്ലോ. അത് ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി. റോഡിലോട്ടൊന്ന് ഇറങ്ങിക്കോ. സലിംകുമാർ പറഞ്ഞതിന് കുറേ വറക്കാനും ചട്ടിയിലിട്ട് ഓളാനൊക്കെ ഒരുപാടുണ്ട്. സ്ത്രീകളെല്ലാം പെണ്ണുങ്ങളെല്ലാം ഫോൺ എടുത്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ സലിംകുമാർ ചേട്ടൻ. നിങ്ങളൊന്ന് റോഡിലോട്ടൊന്ന് ഇറങ്ങി നോക്കുന്നേ. റോഡിൽ നടക്കുമ്പോൾ ഒരു മര്യാദ, നിങ്ങൾ മീഡിയ കാണുന്നതിലൊക്കെ അറിയാം. റോഡിൽ ഫോൺ വെച്ചുകൊണ്ടിരുന്ന് നടക്കുന്നു, ഒരു വണ്ടി, നിൽക്കുന്ന വണ്ടി, അയാൾ അവിടെ നിന്ന് തിരിഞ്ഞു വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ പെണ്ണ് ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് വന്ന് നിന്ന വണ്ടിയുടെ പുറകിൽ വരുന്നു. ആ വണ്ടി പുറകോട്ട് എടുക്കുന്നു, വണ്ടിയുടെ ഇടയിൽ പോയി ചാകുന്നു. ഓടുന്ന വണ്ടിയെല്ലാം ഓർക്കണം. ഇതൊക്കെ മീഡിയയിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
മൊബൈല് ഇതിങ്ങനെ വെച്ചുകൊണ്ട് ചിലർ നമുക്ക് അടുത്തറിയുന്നതാണ് ബ്ലൗസിൻ്റെ ഇടയിൽ വെക്കും സൈലൻ്റ് ആക്കി. നല്ല ഇതാണല്ലോ, വൈബ്രേഷനൊക്കെ കൊണ്ട് നമ്മുടെ റേഡിയേഷനൊക്കെ കൊണ്ട് അതൊരു പരിവായിക്കോളും. അതിവിടെ വെക്കും, വീട്ടിലാരും അറിയില്ല. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് മുടിയൊക്കെ അഴിച്ചിട്ട് ഇത് കൊടുത്തിട്ട് എന്തോ ഇത്ര ലോകകാര്യം പറയാനുള്ളത് എന്തായിരിക്കും ആ മറുതലത്തിൽ. പിന്നെ ആണുങ്ങളുടെ കാര്യം നോക്കാനാണെങ്കിൽ ഒരേ സമയത്ത് ഒരു ചരടിയിൽ നിന്ന് 16 പട്ടം വിടുന്ന പോലെ 16 ദേശത്തു നിന്ന് ലൈൻ വലിക്കുന്നവന്മാരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ സ്പോട്ടിൽ പോയി നിന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടുകാരൻ നിരന്നിന് ചിരിക്കും. ഇത് അവളെ ഞാൻ ഒരുത്തനെ വിളിച്ചപ്പോൾ ഞാനിത് പറയാം, നിങ്ങൾ കട്ട് ചെയ്തോ. ഒരുത്തനെ വിളിച്ചപ്പോഴേ എനിക്കിതൊക്കെ എങ്ങനെയൊക്കെ പറയാനേ അറിയുള്ളൂ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടും കേട്ടും അനുഭവം ഉള്ളതുകൊണ്ട് നമുക്ക് ലോകത്തെ നന്നാക്കാൻ പറ്റില്ല മോളെ. നമുക്ക് മിനിമം പറ്റുന്നത്, ഞാനൊരു കുടുംബനാഥനാണ്. എൻ്റെ ഭാര്യ എൻ്റെ ശിക്ഷണത്തിലോ എന്നെ ബഹുമാനിക്കുകയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ എൻ്റെ മോൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനെ കൺട്രോൾ ചെയ്യാം. ഇതെല്ലാവരും ചെയ്താൽ ലോകം നന്നാവും. അവനവൻ നന്നായി ലോകം നന്നാവും. പിന്നെ ഞാൻ നന്നാകുന്നു, എന്നെ നന്നാക്കുക, അതിന് എനിക്കൊരു ആയുസ് പോരാ. പിന്നെ എനിക്കൊരാളെ നന്നാക്കാൻ സമയമില്ല. അപ്പൊ നിങ്ങളും നന്നാകുന്നേ, നിങ്ങൾ അടുത്തന്നെ നന്നാക്കണ്ട. അപ്പൊ ഓരോരുത്തരും നന്നാകുമ്പോ ലോകം നന്നായില്ലേന്ന് ഞാൻ പറഞ്ഞത്. മോള് ഞാൻ നല്ല ഉദാഹരണം പറഞ്ഞു. ഞാൻ ഇത് പറയുമ്പോ ഇതിനകത്ത് ഇതിനെ എതിർക്കുന്ന ആരെങ്കിലും, എതിർപ്പ് പറയാനായിട്ട് വെമ്പുന്ന ആരെങ്കിലും പ്രേക്ഷകരുണ്ടെങ്കിൽ സ്വയം ചിന്തിച്ചാൽ മതി. നമുക്ക് പറയാനുള്ള ഈ വോയിസ് ഉണ്ടോ, തിരുത്തപ്പെടേണ്ടത് നമ്മളിൽ എന്തെങ്കിലും ഉണ്ടോ ആലോചിച്ചാൽ അങ്ങോട്ടൊന്നും തിരുത്താനില്ല നമുക്ക്. ആർക്കും ഇല്ല, ആരും കേമന്മാരല്ല. നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റും. ചിലർക്ക് നേരത്തെ പറഞ്ഞല്ലോ ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ട ഉച്ച, മനസ്സിലായില്ലേ? ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ. ഇതൊന്നും ഇല്ലെങ്കിൽ ലോകമുണ്ടോ? അത് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നത്. കാരണം ഇത്രയും നന്നായി സംസാരിക്കുന്ന ഒരാളോട് എന്തായാലും ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോയിലുള്ള കാര്യം ചോദിക്കുന്നത് ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇപ്പം നമുക്ക് ഇപ്പം റിയാലിറ്റി ഷോസിലാണെങ്കിലും മൊത്തത്തിൽ കേരളത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ളത് മാറി ട്രാൻസ് പേഴ്സൺ എന്നുള്ള വേർഡ് കോയിൻ ചെയ്തു തുടങ്ങി. അവിടെ LGBTQ എന്നുള്ള വിഭാഗത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ചേട്ടൻ്റെ കാഴ്ചപ്പാടിൽ ഇവരെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സമൂഹത്തിൽ ഇവർക്ക് എന്ത് സ്ഥാനം കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്? ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ് തുടങ്ങിയത് കൊണ്ട് ഞാൻ പറയാം. ഈ പ്രധാന ചാനലുകളിൽ നമ്മൾ സീരിയലിൽ അഭിനയിച്ച് ഇങ്ങനെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന സമയത്ത് താരങ്ങളുടെ കലോത്സവം പോലെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പ്രധാന ചാനലുകളിലെല്ലാം. തില്ലാന താരോത്സവം, സുന്ദരി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം സക്സസ് ആയിരുന്നു. ഈ 10-40 അന്ന് കത്തി നിൽക്കുന്ന ലീഡിങ് ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുള്ള ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലുള്ള ഒരു പ്രകടനമാണ്. അവിടെ ഫയർ ഡാൻസ് വരെയൊക്കെ നമ്മൾ റിഹേഴ്സൽ ഇല്ലാതൊക്കെ സ്റ്റേജിൽ കയറി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കത്തിപ്പോയാൽ തീർന്നു. അതുപോലെയൊക്കെ അവർക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് റിയൽ ചീറ്റിംഗ് ഷോയാണ്. അത് ഉൾക്കൊണ്ട് പോകാൻ പറ്റുന്നവർ മാത്രം പോയാൽ മതി. അറിയാതെ പോകുന്നവർ എനിക്ക് ഉത്തരവില്ല. നമ്മൾ പോയി ഫൈനലി വരെ വരും, സമ്മാനം കിട്ടത്തില്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു റിയാലിറ്റി ഷോയിൽ ഞാൻ പോയി, ഞങ്ങളെല്ലാം കൂടെ താമസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ആ ഡയറക്ടർ പുതിയ ആളാണ്. അയാൾക്ക് നമ്മളെ കണ്ടിട്ട് എഴുന്നേക്കണോ ഇരിക്കണോ എന്നറിയില്ല, എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അറിയില്ല, കൺഫ്യൂഷൻ നിൽക്കുക. അദ്ദേഹം ഭയഭക്തിയോടാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ചെന്ന് 3-ാം പക്കം അയാൾ കാലും വെച്ചിരിക്കും. ഈ ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ സമ്മാനത്തിന് വേണ്ടിയിട്ടും പ്രൈസിന് വേണ്ടിയിട്ടും കാലിൻ്റെ താഴോട്ട് പോയി ഇരിക്കാൻ തുടങ്ങി, തടവാൻ തുടങ്ങി. മനസ്സിലായില്ലേ? കൂട്ടത്തിൽ ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഒരു അമ്മയും മോളെയും കാണാനില്ല. ഞാൻ നിന്ന് നോക്കുമ്പോഴത്തേക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഈ ലോഡ്ജുകളിലും അക്കോമഡേഷൻ കൊടുക്കുന്നിടത്തൊക്കെ വലിയ വലിയ ഹോട്ടലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റ പാസേജിൽ 50 റൂം കാണും. അവിടുന്ന് ഒരു ഒടിവ് കാണും. ആ ഒടിവിലൊരു 3 മുറി കാണും. അവിടെ പ്രൊഡ്യൂസർ ഇരിക്കും, ഇവിടെ ഡയറക്ടർ, ഇവിടെ നായികരിക്കും. ഇവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കിളിമാസ് കളിച്ച് ആരും കാണത്തില്ല. ഇതൊക്കെ തരം നോക്കി റൂം അറേഞ്ച് ചെയ്യും. അവിടെ പോയി കിളിമാസ് കളിക്കും. എല്ലാവരും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളവർ തന്നാൽ വാങ്ങിക്കും, കൊടുത്താൽ കിട്ടും. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ, അവിടെ മാത്രമല്ല. മീറ്റു കൂറ്റു എന്നൊക്കെ പറയുന്ന പോലെ ഇത് മുറുക്കാങ്കടയിൽ ഒരു പെണ്ണുമാണ് നിന്നാലും കിട്ടും. ഇനി പെണ്ണുങ്ങൾക്ക് മാത്രമാണെന്ന് ചോദിച്ചാൽ അതുമല്ല, ആണുങ്ങൾക്കും ബുദ്ധിമുട്ടുള്ള എത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് മനുഷ്യരുള്ളിടത്തൊക്കെ ഇതുണ്ട് മോളെ. അത് അംഗീകരിച്ച് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതിന് വിമുഖത കാണിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്ന ഒരു ലെവലിലേക്ക് വരും. ഇതിനെ സപ്പോർട്ട് ചെയ്ത് കാശുണ്ടാക്കുന്ന ഒരു റിയാലിറ്റി ഷോ എന്നൊക്കെ പറഞ്ഞവരുണ്ടല്ലോ, അതാണ് ശരി. അതാ ഞാൻ ദൃശ്യമാധ്യമങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ലോകത്തോടാണ് കാണിച്ചു കൊടുക്കുന്നത്. നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും നമ്മുടെ വരുമാനവും കീശ മാത്രമല്ല, അതൊരു ലോകം മൊത്തം കാണുന്നതാണെങ്കിൽ അവരെ മാനിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ, പേഴ്സണലായിട്ട് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് ജോലി വാങ്ങിച്ചു കൊടുക്കുക, അവർക്കില്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക. ഈ ഷോയിലിട്ടിട്ട് അവരെ ഇട്ട് വിരകി ഞാൻ മൊത്തം ഇത് ആകാൻ മനസ്സിലാത്തൊരു സാരി കൊടുത്ത് ഇറങ്ങിയാൽ എന്താ ചോദിക്കുന്ന പോലെയാണ് ഇവർ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? തന്നെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. അവരൊക്കെ മനുഷ്യരാണ്. അവരെ എനിക്ക് അടുത്ത് അറിയാവുന്നവരും ഒക്കെ ഉണ്ട്. കൊമ്പമീശയുള്ള സാരി കൊടുക്കാത്തവരെ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. പുറമേ അങ്ങനെയില്ല, പക്ഷെ ഉള്ളിൽ ഉള്ളവരെയൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്.
ആർക്കും ആരെയും കുറ്റം പറയാനും കുറച്ച് കാണാനും അവകാശമില്ല. അവരവരുടേതായ രീതിയിൽ മാന്യമായിട്ട് ജീവിക്കുന്നു. അവർക്ക് എന്ത് ഇഷ്ടമോ അവർ ചെയ്യുന്നു. നമ്മൾ സമൂഹത്തിലേക്ക് അത് എടുത്തിട്ട് ഇല്ലാത്ത വൾഗാരിറ്റി ആക്കരുതെന്ന് മാത്രമേ, ഒരു വൃത്തികേടാക്കരുതെന്ന് മാത്രമേ എനിക്ക് ഈ പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരവുള്ളൂ. എനിക്ക് ബഹുമാനം എല്ലാവരോടും. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.